അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നബിദിനാഘോഷം എന്തുകൊണ്ടാണ് ഇസ്ലാമികമല്ലാത്തത് എന്ന് വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അത് മതത്തിലുള്ള നൂതനാചാരമാണ്, ബിദ്അത്താണ്. മൗലിദിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന രൂപത്തിലുള്ള ഷിർക്കൻ വരികളാണ് എന്ന് വിശദീകരിച്ചു. ഇനി നമുക്ക് സാമാജികരായ ഇവിടെ സദസ്സിൽ കൂടിയിട്ടുള്ള ആളുകൾക്കുള്ള അവസരമാണ്. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരമാണ്. ഭംഗിയായി ഉപയോഗപ്പെടുത്തുക. ചോദ്യകർത്താക്കളെ ഇത്ര ചോദ്യം എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമില്ല. എല്ലാവരെയും പരിഗണിക്കുവാൻ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ഹ്രസ്വമായ വാക്കുകളിൽ ചോദ്യങ്ങൾ ഉണർത്തുക. ഒന്നാമതായി ചോദ്യം ചോദിക്കുന്ന ബഹുമാനായ ചോദ്യകർത്താവിനെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ രണ്ടുമല്ല. അല്ല അല്ല ആ അതാണോ നിങ്ങളെ ചോദ്യം? ആയിക്കോട്ടെ. ഞങ്ങൾ എപ്പോഴും സ്വലാത്തില്ലുണ്ട്, എപ്പോഴും ചെല്ലും. ഞാൻ നിർത്തണോ? അതാ നിങ്ങളെ സ്വലാത്ത് നമ്മളെ വ്യത്യാസം. അതാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ കുറെ ആൾക്കാരൊക്കെ വന്ന് മൈക്കൊക്കെ കെട്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നൊക്കെ അറിയിച്ചിട്ട് ഒരു ബക്കറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സ്വലാത്തില്ല. ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് പടച്ചോനെ കുറി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എല്ലാ സർവ്വബന്ധത്തിലും ഞങ്ങൾ സ്വലാത്തിലിട്ട് കണക്കല്ലേ, എപ്പോഴും സ്വലാത്തില്ല. പിന്നെ അതായത് ഞങ്ങള് സുന്നികള്, അതായത് വ്യാഴ്ച സലാത്തുണ്ട്, സലാത്ത് നഗറിൽ മാസത്തിൽ സലാത്തുണ്ട്. നിങ്ങൾ എവിടെ നിങ്ങൾ സലാത്തില്ല, പള്ളികളെ കാണില്ല, പള്ളിയിലെ അർത്ഥങ്ങളെ കാണില്ല, പള്ളിയിലെ ഇമാമില്ല. എവിടെയെങ്കിലും കാണുന്നു ഇമാമ് കൊണ്ട് കണ്ടപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്വലാത്ത് ചൊല്ലാന് പാടത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിവിടെ കുറെ കച്ചവടക്കാരുണ്ട്, ഓല പണിയാണ്. നമ്മുടെ നാട്ടിൽ കുറെ കച്ചവടക്കാരുണ്ട് ഈ സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. കാരണം അവിടെ പോയി പാടത്ത് പോയി നിങ്ങൾ സ്വലാത്തില്ല, നിങ്ങളുടെ പോക്കറ്റിലെ പൈസ കൊല്ല കൈക്ക് പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലും സ്വലാത്ത് ചൊല്ലും, അത് മദീനത്തേക്ക് എത്തും. പിന്നെ ഞങ്ങൾ പള്ളിക്ക് പോരുമ്പോൾ പിന്നെ സ്വലാത്ത് ചൊല്ലി നടക്കും. പള്ളിയിൽ കയറുമ്പോൾ പ്രവാചകനെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രവാചകനെ പേര് സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്വലാത്തിലിട്ടാ കയറല്. അപ്പോൾ അവിടെ ഉസ്താദ് വരലില്ല, അത് വ്യാഴാഴ്ച ഞാൻ കാത്തുക്കലില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങളെ ചില ആൾക്കാർ പറ്റിക്കണം, അതുകൊണ്ടപ്പം നിങ്ങൾ ഇതിൽ കുടുങ്ങി വന്നിക്കണത്. സമയം അത് ഞങ്ങളുടെ സൗകര്യപ്പോൾ ഞങ്ങൾ ചൊല്ലിക്കോളാം. അത് എന്റെ കണക്കനുസരിച്ച് ഞാൻ ചെല്ലും. നിങ്ങളെ സ്ഥലത്ത് നോക്കി നിങ്ങളെ പരലോകത്തുള്ള കാര്യം നോക്കി. ആ സലാത്ത് നഗറിൽ സുബൈയല്ല, ഈ പിറ്റേ ദിവസം മഗ്‌രിബ് ചൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല. അത് ബിദ്അത്താണ്. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. മദീനത്തും മക്കത്തൊന്നും ഇങ്ങനത്തെ സ്വലാത്ത് നഗർ ഇല്ല. അവിടുന്ന് ദീൻ ഇങ്ങോട്ട് വന്നത്. ഇത് കച്ചവടക്കാരുണ്ടാക്കിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് ചെല്ലാൻ പിന്നെ കോടമ്പാറക്കും പോകേണ്ട ആവശ്യമില്ല, സ്വലാത്ത് നഗർക്കും പോകണ്ട. ഞങ്ങൾ എപ്പോഴും ഇരുന്നും നടന്നും കടന്നൊക്കെ നമ്മൾ സ്വലാത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങിയ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. എൻ്റെ പ്രസംഗം ഞാൻ നിർത്തിയത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സ്വലാത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ കുറെ തെറ്റായ സ്വലാത്തുകൾ നിങ്ങൾ ചെല്ലുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. ആ സ്വലാത്തിന്റെ പേരിൽ നിങ്ങളെ പോക്കറ്റ് അടിക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞോളി. വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ ഇഹലോകം രക്ഷപ്പെടാം, പരലോകം രക്ഷപ്പെടാം. അതിന് നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ചൊല്ലിക്കോളി. മൈക്കോണാക്കി കേൾക്കാം. ഇന്നല്ലാഹു വമലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതിന്റെ അർത്ഥം പറഞ്ഞാണ്. ഒന്ന് പറയ്.
അൽഹംദുലില്ലാ, അദ്ദേഹം കഴിഞ്ഞ വർഷവും നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ല നമ്മുടെ പരിപാടിയിലൊക്കെ ശ്രദ്ധിക്കുന്നൊരു സുഹൃത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്ന സൂറത്ത് അഹ്സാബിലെ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടാണ്. അതൊന്ന് ഇരിക്കുക പകരം. സൂറത്ത് അഹ്സാബിൽ അല്ലാഹു തആല നമ്മോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിക്കുന്ന ആയത്താണത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു അവൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ ആ അനുഗ്രഹത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് അള്ളാഹു തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ഇനി സമാനമായി ഒരുപാട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവന് 10 സ്വലാത്ത് അല്ലാഹു തആല അങ്ങോട്ട് അവന് അനുഗ്രഹമായി ചെയ്തു കൊടുക്കും. എൻ്റെ പേര് കേട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അതെ, ആരായാലും ശരി, ആയിക്കോട്ടെ, നിങ്ങൾ ഇരിക്കും കേക്ക്. ആ ഞാൻ പറഞ്ഞുതരാം, ബാക്കി പറഞ്ഞുതരാം നിങ്ങൾ ബാക്കി പറഞ്ഞോളി. അതേപോലെ എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ നശിക്കട്ടെ, തുലയട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആര് ഈ പറഞ്ഞ രൂപത്തിൽ നബിയുടെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലുന്നില്ല, അല്ലെങ്കിൽ നബിയെ ആ നിലയ്ക്ക് ആദരിക്കുന്നില്ല എങ്കിൽ അയാൾ സുന്നിയായാലും മുജാഹിദായാലും ആരായാലും ശരി, അയാൾ ഈ പറയപ്പെട്ട എല്ലാ താക്കീദിനും അയാൾ അർഹനാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ സ്വലാത്ത് എന്ന പേരിൽ വേറെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന പേരേ ഉള്ളൂ, യഥാർത്ഥത്തിൽ സ്വലാത്തല്ല. സ്വലാത്തിൻ്റെ മറവിലാണ് ആ തട്ടിപ്പുകൾ. അതാണ് സ്വലാത്ത് നഗർ പോലുള്ള, മുട്ടിപ്പടി പോലുള്ള പെട്ടിപ്പടികളിലൊക്കെ നടന്നു കൊടുക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സ്വലാത്തല്ല, സ്വലാത്തിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ്. ആ കച്ചവടം ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. നേരെ മറിച്ച് സ്വലാത്ത് എപ്പോഴും പറയണം. ഇപ്പോഴും കണ്ട ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഇവിടെ വിഷയാവതരണം തുടങ്ങിയപ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങിയത്, ആ പ്രസംഗം അവസാനിച്ചപ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിച്ചത്, സ്വാഗതം പറഞ്ഞ ആളടക്കം ഹംദും സ്വലാത്തും ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്, ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഏത് സമയത്തും സ്വലാത്തുണ്ട്. ഇനി പ്രത്യേകം സ്വലാത്ത് സുന്നത്തായതാണ് പള്ളിയിൽ കയറുമ്പോൾ. അത് നേരത്തെ പറഞ്ഞ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് ഇത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇറങ്ങേണ്ടത്. അതേപോലെ ദുആയുടെ മര്യാദകളിൽപ്പെട്ട മര്യാദയാണ് ഹംദുണ്ടാവുക, സ്വലാത്തുണ്ടാവുക എന്നുള്ളത്. ഏത് മജ്ലിസിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഹംദും സ്വലാത്തുകളും ഒക്കെ. പക്ഷെ ആ സ്വലാത്ത് കച്ചവടമാക്കേണ്ടതല്ല. നമ്മുടെ നാട്ടിൽ ആ സ്വലാത്ത് കച്ചവടമായി മാറി അതിൻ്റെ പേരിൽ ആളുകൾ ചൂഷണം ചെയ്യുന്ന രീതിയുണ്ടായി. അതേപോലെ പുതിയ കുറേ സ്വലാത്തുകൾ ഇപ്പോൾ അതിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഇപ്പോൾ നാരിയ സ്വലാത്ത്, നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന മുട്ടിപ്പടിയിലൊക്കെയുള്ള സ്വലാത്തുകൾ നാരിയ സ്വലാത്ത്. ഈ നാരിയ സ്വലാത്ത് ഹിജറ 800-കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഒരാളുണ്ടാക്കിയ സ്വലാത്താണ്. അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല എന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. 800-കളിൽ അഥവാ 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ഉണ്ടായ ഒരു സ്വലാത്ത്, അതിനാശയമാവട്ടെ ശക്തമായ ശിർക്കിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന സ്വലാത്താണ് താനും. അതുകൊണ്ടത് പാടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞു താജ് സ്വലാത്ത്, നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ പല ആളുകളും പല കാലത്തും ഉണ്ടാക്കിയ പുതിയ കുറേ സംഗതികളുണ്ട്. അത് സ്വലാത്തല്ല, അത് വ്യാജനാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് അതിന് സ്വലാത്തിൻ്റെ ഗുണം കിട്ടൂല, അത് സ്വലാത്തായി കണക്കാക്കാൻ പറ്റൂല, അത് വ്യാജമാണ്, പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്നാണ് പ്രമാണമടിസ്ഥാനമാക്കി ഞങ്ങൾ പറയുന്നത്. അതിനപ്പുറത്ത് സ്വലാത്തെല്ലാം പാടില്ല എന്ന് ആര് പറഞ്ഞാലും ഓനെ നമ്മൾ വിടാൻ തന്നെ പാടില്ല. സ്വലാത്തെല്ലാം പാടില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ ഓനെ വിടാൻ പാടില്ല. ഓനെ പിന്നാലെ കൂടി ഓനെ ആയത്ത് ദിവസമൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ മുജാഹിദിന്റെ സ്വലാത്ത് പുറത്ത് കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. പള്ളിയിലില്ല, കുടിയിലുമില്ല, എവിടെയില്ല സ്വലാത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്താണ്. പിന്നെ ബിസിനസ്സാണ്. നിങ്ങൾക്ക് എന്താ വഴിയുണ്ടോ? അയാൾ ഇന്നമാൽ പിന്നെയാത്തതാണ്. അയാളെ നീയത്ത് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്കൊക്കെ അറിയാം? നിങ്ങൾക്ക് വഴിയുണ്ടോ? അയാൾ എങ്ങനെ നിങ്ങൾ പിന്നെ ബിസിനസ്സാണെന്ന് പറയാൻ പറ്റുമോ?
അയാൾ ബിസിനസ്സാണ് എന്നതിന് ഇനിയിപ്പോൾ വഹി ആവശ്യമില്ല. കാരണം നിങ്ങളടക്കം പോകുമ്പോൾ പൈസ കൊടുത്തിട്ടാ പോരുന്നത്. അതന്നെ. അപ്പം എല്ലാവരും പോയിട്ട് പൈസ കൊടുത്ത് പോരുന്നു, അതന്നെ ബിസിനസ്. അയാൾ ചോദിക്കുക, ശരിയായിക്കോട്ടെ, കുഴപ്പമില്ല. അയാൾ ചോദിക്കാതെ എന്തെങ്കിലും ചോദിക്കാതെ കിട്ടുമ്പോൾ ഇപ്പോൾ ചോദിക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആയിക്കോട്ടെ, നമ്മളെ വിഷയമല്ല. നമ്മളെ വിഷയം ഇപ്പോൾ അതൊന്നുമല്ല. അയാൾ പൈസ വാങ്ങാതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അയാൾ കല്ലുണ്ടി തന്ന ഇബ്രാഹിം മുസ്ലിയാർ പിന്നെ വലിയ ആളായി മാറി, ആയിക്കോട്ടെ, ശരി, കുഴപ്പമില്ല. പക്ഷേ അതേ സമയത്ത് സ്വലാത്തിൻ്റെ പേരിൽ ഒരു നഗറുണ്ടാക്കി അവിടെ സ്വലാത്ത് വിറ്റ് കാശാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അയാൾ നിയ്യത്ത് എന്താണെന്നോ അതിന് വ്യക്തമാണ്. എന്താ നിയ്യത്ത് എന്നതിന് വ്യക്തമാണല്ലോ. ആ നിയ്യത്തനുസരിച്ച് കിട്ടുള്ളൂ. ഇന്നമ അഴിമാലു ബിൻ നിയ്യാത്ത്. അപ്പോൾ അതിനപ്പുറത്ത് പിന്നെ വേറെ കൂലിട്ടില്ല, ഉറപ്പല്ലേ? നിയ്യത്ത് അതാണ്. അതുകൊണ്ടാണ് കാര്യം. നോട്ടീസിന് എന്താണ്? നോട്ടീസിന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് എന്നാണ്. രണ്ടു കോലത്തിൽ അർത്ഥം വെക്കാം. ലക്ഷങ്ങൾ പങ്ക് എടുക്കുന്ന സ്വലാത്ത് എന്ന് വേണേൽ അർത്ഥം വെക്കാലോ. അപ്പോൾ ആ കോലത്തിലാണ് നോട്ടീസ് തന്നെ ഇറങ്ങുന്നത്. ഏതായിരുന്നാലും നമ്മളെ വിഷയം ഇപ്പോൾ അവിടെ ഇല്ല. സ്വലാത്ത് എന്ന പേരിൽ നാട്ടിൽ വ്യാജമായ പലതും ഉണ്ടാവുകയും ആ സ്വലാത്തിൻ്റെ മറവിൽ ചൂഷണങ്ങൾ നടക്കുകയും അത് സമുദായത്തെ ചൂഷണം ചെയ്യാനുള്ള വഴിയായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാറുണ്ട്. അതേസമയം ജീവിതത്തിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹും റസൂലും പഠിപ്പിച്ചുവോ അവിടെയെല്ലാം ആ അർത്ഥത്തിൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് ബാധ്യതയുമാണ്. സുന്നത്തായി പറഞ്ഞിടത്ത് പ്രത്യേകം സുന്നത്താണ്. അല്ലാത്തിടത്ത് പൊതുവായി നമുക്ക് ഏറെ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ് എന്നൊക്കെ നമുക്ക് എപ്പോഴും അത് വർദ്ധിപ്പിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തെരിയിൽ തങ്ങൾക്ക് ഒരാളെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുക, ഒരാളെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുക, ഒരു വണ്ടികൾ സഞ്ചരിക്കാൻ പറ്റുക, ഒരു വീട്ടിൽ താമസം പറ്റുക. പറ്റുന്നത് എന്താണ്? സാമൂഹിക പ്രവർത്തനം നടത്തുന്നത് സലാത്തിൻ്റെ കൊണ്ട്. അല്ലാതെ പിന്നെ അയാൾ പിന്നെ ആരും പിന്നെ പട്ടൊന്നും അതിൽക്കൊന്നും ഭക്ഷണം കഴിക്കലില്ല. ഒരു ആളെ ഭക്ഷണങ്ങൾ കഴിക്കുക. അറിയോ? അയാൾ പിന്നെ എന്താ ചൂഷണം ചെയ്യുന്നത്? അയാൾ കുടിയിൽ നോട്ട് കെട്ട് നടക്കണ അവിടെ സ്ഥാപനം നോക്ക് മലപ്പുറത്ത്. നിങ്ങൾ എന്തോ അലിക്കാൻ നടത്തുന്നത്? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ ഖൈർ. ഇനി വാറയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. അടുത്ത ആളെ. എൻ്റെ പേര് അയ്യൂബ് എന്നാണ്. സ്ഥലം ജരയമംഗലാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത്. ഒന്നിപ്പോൾ നമ്മുടെ നബിദിന ആഘോഷത്തെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളെ ഗ്രാമങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നബിദിന ആഘോഷം ഡിസംബർ ഇന്ന ഡേറ്റുകളിൽ ഇന്ന പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നു എന്ന് കാണാം. അവരുടെ ഫോട്ടോവും കാണാം. അപ്പോൾ പ്രിയപ്പെട്ട നബി എന്ന വാൾ പോസ്റ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അള്ളാൻ്റെ റസൂലിൻ്റെ ഫോട്ടോ എങ്ങാനും ഉണ്ടോ അത് കാണാൻ എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ നോക്കും. പക്ഷേ റസൂലിൻ്റെ ഫോട്ടോ കാണുന്നില്ല. ഈ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ ഫോട്ടോ ഒക്കെ കാണാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് ഒന്നറിഞ്ഞിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫോട്ടോ എവിടെയും കാണുന്നില്ല. പകരം പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ ഫോട്ടോകൾ കാണുന്നു. ഇതിൻ്റെ വിധി എന്തെന്നാണ്? അത് ശരിയല്ല, പാടില്ലാത്ത കാര്യമാണ്. ഒരാളുടെയും ഫോട്ടോ അങ്ങനെ കട്ടൗട്ടായി ഫ്ലക്സായി വലിയ ബാനറായി കമാനമായി വെക്കാൻ പാടില്ല. ഫോട്ടോ തന്നെ പൊതുവെ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ധാരാളം ഹദീസുകളിൽ അത് പാടില്ലെന്ന് പഠിപ്പിച്ച ഒന്നാണ് ഫോട്ടോകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഒരുപാട് ഹദീസുകളിൽ ചിത്രപ്പണികൾ, ചിത്രം വരക്കലുകൾ, ഫോട്ടോകൾ തുടങ്ങിയ പലതരം ആ വിഷയത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന, പാടില്ലെന്ന് പറയുന്ന, ശപിക്കപ്പെട്ടുവെന്ന് പറയുന്ന, ശിക്ഷയുണ്ടെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ അവിഷയമായി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് അനിവാര്യമെങ്കിൽ മരത്തിൻ്റെതോ അതേപോലെ ജീവനില്ലാത്തതിൻ്റെയോ ഒക്കെ വരയ്ക്കാം എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഫോട്ടോ വരയ്ക്കൽ തന്നെ പാടില്ല. ഇനി ഫോട്ടോ പ്രദർശിപ്പിക്കൽ അതിലേറെ ഗൗരവമാണ്. വരയ്ക്കുന്നത് വേറെ, പ്രദർശിപ്പിക്കുന്നത് അതിലേറെ ഗൗരവം. ഫോട്ടോ വരയ്ക്കലും അത് ഉപയോഗിക്കുന്നതും പോലെയല്ല പ്രദർശിപ്പിക്കൽ ഏറെ ഗൗരവമാണ്. കാരണം പത്രങ്ങളിൽ ഫോട്ടോ വരുന്നു, നമ്മുടെ വീട്ടിലേക്ക് പത്രം വരുന്നു. അപ്പോൾ ആ പത്രത്തിൽ ഫോട്ടോ വേണോ വേണ്ടേ തീരുമാനിക്കാൻ നമുക്ക് ഏതായാലും അവകാശമില്ല. ആ പത്രം വീട്ടിൽ വരണോ വരണ്ടേ തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇനി വന്നാൽ അത് എങ്ങനെ വിനിയോഗിക്കണം, അവിടെയും നമുക്ക് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറത്താണ് ഫോട്ടോ പ്രദർശിപ്പിക്കൽ, ഫ്രെയിം ചെയ്ത് വെക്കലും വലിയ കട്ടൗട്ടായി വെക്കലും. അത് എത്ര വലിയ പണ്ഡിതന്മാരുടേതാണെങ്കിലും അത് പാടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന രീതി ശരിയുമല്ല. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പോസ്റ്ററുകളിലോ ബാനറുകളിലോ സമ്മേളന ഫ്ലക്സുകളിലോ അടക്കം എവിടെയും ഈ കാലം വരെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ്റെ ഫോട്ടോ വെച്ച് അത് ഹൈലൈറ്റ് ചെയ്ത്
ഈ ആൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഫോട്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായി കാണാൻ കഴിയില്ല. മുജാഹിദിൻ്റെ പേരിൽ വേറെ കുറേ സാധനം ഇപ്പോൾ ഒന്നും നിലക്ക് ഉണ്ടായിട്ടുണ്ട്, ഒളിഞ്ഞു വെക്കും നമുക്കറിയില്ല. അതേസമയം സാക്ഷാൽ മുജാഹിദിൽ ഈ കാലം വരെ അങ്ങനെ ഒരു പ്രഭാഷകൻ്റെ ഫോട്ടോ വെച്ചിട്ട് അയാൾ ഹൈലൈറ്റ് ചെയ്ത് ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന രീതികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാൻ അനുവദിക്കാവതുമല്ല, അത് ശരിയല്ല. അല്ലാഹു അക്ബർ. അതിൽ തന്നെ ഒരു ചോദ്യം കൂടി. ലോകം മുഴുവനും കൊണ്ടാടുന്ന ഒരു പ്രവാചകന്റെ ജന്മദിനമാണ് ഈസാ നബിയുടെ ജന്മദിനം. അത് ജെറുസലേമിലാണ് കൊണ്ടാടുന്നത്. അതുതന്നെ ഈസാ നബി ജനിച്ച ആ ജെറുസലേം അവിടുത്തെ പള്ളി അലങ്കരിക്കും. അതുപോലെ തന്നെ നാടും അവിടുത്തെ ജനങ്ങളും എല്ലാം അതിൻ്റെ ഭാഗമാകും. എന്നാൽ പ്രവാചകൻ ജനിച്ച മക്കോ മദീനോ അല്ലെങ്കിൽ മക്കത്തെ പള്ളിയോ അലങ്കരിക്കുന്നതോ മറ്റോ നമ്മൾ കാണുന്നില്ല. അതിൽ തന്നെ പ്രവാചകനേക്കാളും 500 വർഷം മുമ്പാണ് ഈസാ നബിയുടെ ജന്മവും മറ്റും ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ മുഹറം 9ഉം 10നും നോമ്പെടുക്കാറുണ്ട്. ആ നോമ്പ് പ്രവാചകൻ ഒരു സംഘവും ഒരു പ്രദേശത്തേക്ക് കൂടെ നടന്നു പോകുമ്പോൾ ആ ദിവസം ഒരു വീട്ടിൽ കയറി ഭക്ഷണമോ വെള്ളമോ ചോദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിന്ന് നോമ്പാണ്. അപ്പോൾ എന്താണ് നോമ്പ്? അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനെ ആ സംഘത്തിൽ നിന്ന്, അതായത് ഫിറൗനെ നിന്ന് രക്ഷപ്പെട്ട ആ ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നോമ്പെടുക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറയുന്നു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുഹറം 9നും 10നും നോമ്പെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് പ്രവാചകന്റെ മുമ്പുള്ള ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പിക്കുമ്പോൾ നടന്നിരുന്നോ, പ്രവാചകന് അറിവിൽപ്പെട്ടിരുന്നോ? ആ ജന്മദിനത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം ലോകം മുഴുക്കെ ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശേഷം, അഥവാ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടതിനു ശേഷം 300 വർഷം കഴിഞ്ഞിട്ടാണ് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ലോകത്ത് ആരംഭിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത്. എത്ര കണ്ട് ശരിയാണ് നമുക്കറിയില്ല. അല്ലാഹു അഅലം. ഈസാ നബിയുടെ കാലശേഷം, അഥവാ ഈസാ നബി വഫാത്തായിട്ടില്ല, ആകാശലോകത്തുണ്ട്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടതിനു ശേഷം 300 കൊല്ലം കഴിഞ്ഞിട്ട് ഈസാ നബിയുടെ ജന്മദിനാഘോഷം ഉണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ അവിടെ യഹൂദികളുണ്ട്, നസ്വാറാക്കളുണ്ട്. അവർ അന്ന് ജന്മദിനം ആഘോഷിക്കാറുണ്ടായിരുന്നോ എന്ന് ഹദീസിൽ അങ്ങനെ പ്രതിപാദിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല. അല്ലാഹു അഅലം. എന്നാൽ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഈസാ നബിയെ ആരാധിക്കുന്ന, ഈസാ നബി ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അന്നുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം ആളുകളും. അത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. നസ്വാറാക്കൾ പറയുന്നു ഈസ ഇബ്നുല്ലാ, ഈസ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന് ഖണ്ഡനം വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കാലത്തുണ്ട്, ജന്മദിനവും ആ കാലത്തുണ്ട്. പക്ഷെ മദീനയിലുണ്ടോ, നബി തങ്ങൾ കണ്ടിട്ടുണ്ടോ, അത് കുറിച്ച് വല്ലതും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ഹദീസിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രവാചക ജന്മദിനം ലോകത്ത് ആരംഭിക്കുന്നത്. നേരത്തെ വിശദീകരിച്ചു വല്ലോ. ഇവിടെ കാലം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ട് ഉബൈദിയാക്കൾ അല്ലെങ്കിൽ ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ആളുകൾ, അവരാണ് ഈ ആഘോഷം ആരംഭിച്ചത്. അതിനും നബിയുടെ അംഗീകാരമില്ല. അതുകൊണ്ടാണ് മക്കയിൽ, മദീനയിൽ ഒന്നും അത് ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തത്. മക്കയിൽ പ്രവാചകന്റെ സുന്നത്തിനെ പരമാവധി പിൻപറ്റാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ഉള്ളത് കൊണ്ട് ഇന്നവിടെ അത് കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഒരു കാലത്തോടെ ഭരണം മാറി അഥവാ അങ്ങനെ ആഘോഷം വന്നു വിചാരിക്കുക, അതുകൊണ്ട് മാത്രം മക്കയിലുണ്ട് എന്ന് വിചാരിച്ചത് ഇസ്ലാമാണ് എന്ന് പറയാനൊട്ട് നമുക്ക് ന്യായവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിലോ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിലോ അതേപോലെ താബിഈകളെയോ താബികളുടെയോ കാലഘട്ടങ്ങളിലോ ഇനി മദ്ഹബിന്റെ 4 ഇമാമുമാർ ജീവിച്ച കാലഘട്ടങ്ങൾ, അവരൊക്കെ മക്കയിൽ വന്നവരും അവിടെ സഹവസിച്ചവരും അവിടെ വസിച്ചവരും ഒക്കെ തന്നെയാണ്. അവരുടെ ഒന്നും കാലഘട്ടങ്ങളിൽ അങ്ങ് മക്കയിലോ മദീനയിലോ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. ഹിജ്റ 300-കൾക്ക് ശേഷം ഷിയാക്കളായ ഫാത്തിമിയാക്കൾ അഥവാ ജൂതന്മാർ വേഷം മാറി വന്ന് ഷിയാക്കളായി രംഗത്ത് വന്ന് അവർ തുടങ്ങി വെക്കുകയും അത് ഷിയാക്കൾ ഏറ്റെടുക്കുകയും സൂഫികളിലേക്ക് കൈമാറുകയും സൂഫികളിൽ നിന്ന് പിന്നീട് മുദഫർ രാജാവ് അത് സ്വീകരിക്കുകയും അങ്ങനെ പ്രചരിക്കപ്പെടുകയും ചെയ്ത ഒന്നാണ് ഈ ജന്മദിനാഘോഷം. ഇസ്ലാമിൽ അത് സ്ഥാനമില്ല. ഖുർആനോ ഹദീസോ ആ നിലയ്ക്ക് ഒരു ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. അല്ലാഹു അക്ബർ. മറ്റൊരു ചോദ്യം, അതിപ്പോൾ ഇവിടുത്തെ ഉണ്ടായതാണ്.
നമ്മളെ കാരണവർ കുറേ ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തില്ല, സലാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ കുറിച്ച് ഏത് നബിയുടെ പേര് കേട്ടാലും നമ്മൾ സലാത്ത് ചെല്ലണം. അത് ആ നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൽ ചോദിക്കുന്നില്ല. എൻ്റെ മറ്റു ചോദ്യം, ഇപ്പം നമ്മൾ ബലി പെരുന്നാൾ ആഘോഷം, അത് പിന്നെ ആർക്കും ഒരു സംശയമില്ല. ബലി പെരുന്നാൾ നമ്മൾ 7 ദിവസം ആഘോഷിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമുക്ക് പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അതിലും കൂടുതൽ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ബലി പെരുന്നാളാണ്. അത് 7 ദിവസമാണ്. അത് എല്ലാവരും ആഘോഷിക്കുന്നുമുണ്ട്. അതും തന്നെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മകൻ ഇസ്മായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹാജറ ബീവിയുടെയും ഒരു സ്മരണ പുതുക്കുന്നതാണ്, അവരുടെ ത്യാഗത്തിന്റെ പുതുക്കുന്നതാണ്. അപ്പൊ ജന്മം കൊണ്ട് നമ്മൾ ഇന്നും കുടിക്കുന്ന ഹൗലുൽ കൗസർ ഇസ്മായിൽ നബി പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോൾ കാലിട്ടടിച്ച ആ സ്ഥലത്ത് നിന്ന് പൊട്ടിയ ഉറവിടമാണെന്ന് പറയുന്നു. സംസം വെള്ളം അത് ഇന്നുമുണ്ട്, നമ്മളെല്ലാവരും കുടിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്മായിൽ നബിയുടെ ഒന്ന് പുകഴ്ത്തി നമുക്ക് പാടിയാൽ എന്താ ഇത്ര തെറ്റുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഏത് കാര്യവും മതമാകുന്നത് അള്ളാഹും റസൂലും പഠിപ്പിക്കുമ്പോഴാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അടക്കമുള്ള അംബിയായിനെ മഹത്വപ്പെടുത്താനും പുകഴ്ത്താനും അവർക്ക് അർഹിക്കുന്ന എല്ലാ ആദരവും വകവെച്ചു കൊടുക്കുവാനുമൊക്കെ അള്ളാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെയും കുറിച്ചെല്ലാം അള്ളാഹും റസൂലും എന്തെല്ലാം പഠിപ്പിച്ചു അതൊക്കെ നമുക്ക് പറയാം, അതൊക്കെ നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം. അവർക്ക് അർഹിക്കുന്ന എല്ലാ ആദരവും വകവെച്ചു കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ ആ പേര് കേൾക്കുമ്പോഴേക്ക് നമ്മൾ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ രക്ഷ അവർക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ പേര് പോലും പറയുന്നത്. എന്നാൽ അതേസമയം അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് ഏറെ ബന്ധമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്നിട്ട് പോലും ആ ഇസ്മായിൽ നബിയുടെ ജന്മദിനം നബിതങ്ങൾ ആഘോഷിച്ചില്ല. തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ നബിതങ്ങളൊട്ട് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ആ തലത്തിലേക്ക് ഒന്ന് പുതിയതായി കൊണ്ടുവരാൻ നമുക്ക് വകുപ്പില്ല എന്നാണ് പ്രമാണം അടിസ്ഥാനമാക്കി നാം പറയുന്നത്. അതേസമയം ചെറിയ പെരുന്നാൾ അത് എങ്ങനെ ആഘോഷിക്കണം, എത്ര ദിവസം ആഘോഷിക്കണം, അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. ബലി പെരുന്നാൾ അയ്യാമു മിന എന്ന പേര് ദുൽഹിജ്ജ 10, 11, 12, 13 ഈ 4 ദിവസങ്ങൾ അയ്യാമു തശ്രീഖായി മിനയുടെ ദിവസങ്ങളായി ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ 4 ദിവസം മഹത്വം 7 ദിവസമല്ല 4 ദിവസമാണ് അതിൽ മഹത്വമായി പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി തെളിവുണ്ട്, ആയത്തുണ്ട്, അല്ലെങ്കിൽ ഹദീസുണ്ട്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്തു. ഇപ്പോൾ സംസം വെള്ളം വ്യക്തമായി ഹദീസിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മഹത്വമായി കാണുന്നത്. നബി ഞങ്ങൾ പഠിപ്പിച്ചു ഖൈറുമാ ഇൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും ഖൈറായ വെള്ളമാണ് സംസം എന്ന് ഹദീസിൽ വന്നു. അത് ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണമാണ്, ലോകത്തിന് ശിഫയാണ് എന്ന് ഹദീസിൽ വന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഏത് കാര്യവും ദീനാകണമെങ്കിൽ അള്ളാഹു റസൂലോ പഠിപ്പിക്കണം. എന്നാൽ നബിദിനാഘോഷം എന്നത് അള്ളാഹു പഠിപ്പിച്ചില്ല, അവൻ്റെ റസൂല് പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് അത് ജീവിതത്തിൽ പാലിച്ചില്ല. ശേഷം വന്ന ഉത്തമ തലമുറകൾ ആരും അതങ്ങനെ ഒരു ദീനായി, ഒരു ആചാരമായി, ഒരു ആഘോഷമായി ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാൽ എല്ലാ അമ്പിയാക്കളും, ഇനി അമ്പിയാക്കൾ മാത്രമല്ല, സത്യവിശ്വാസികളായ ഏത് മനുഷ്യന്മാർക്കും അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ചില മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അതൊക്കെ വകവെച്ചു കൊടുക്കുകയും ആ അർഹിക്കുന്ന ആദരവ് നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവായി ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്. ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കാൻ, നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഉണ്ടാകും. നല്ല കാര്യം തന്നെയാണ്, അതിൽ ചെറുതായി കാണുകയല്ല. പക്ഷെ അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഒരുപാട് വേദികൾ വേറെയും കിട്ടും. ഇവിടെ നമ്മൾ നബിദിനാഘോഷം അൽ ഇസ്ലാമികം എന്ന ഹെഡിങ്ങിൽ വെച്ച പ്രോഗ്രാം ആയതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പ്രത്യേകം ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിക്കുക. അവസാന ചോദ്യം, ഒരുപാട് ചോദിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള അവസരം അതില്ല. അതിന് റിക്വസ്റ്റ് തന്നെ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഉസ്താദന്മാരൊക്കെ പറയും നബിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അബൂ ലഹബിന് തിങ്കളാഴ്ച ദിവസവും അല്ലെങ്കിൽ മറ്റേ ദിവസം വെള്ളം കിട്ടുന്നുണ്ട്, അല്ലാത്ത ദിവസമൊക്കെ നരകത്തിലാണെന്ന്. അപ്പം ഞാൻ ധാരാളം വായിക്കുന്ന ആളാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ അള്ളാഹിൻ്റെ റസൂലിനോട് പ്രവാചകന് കിട്ടിയ വഹി ഇക്റ് നിങ്ങൾ വായിക്കണമെന്നാണ്. വായിച്ചാലേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും മൂല്യന്മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മൂല്യന്മാർ പറഞ്ഞാലും അതിലൊന്നും ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ 2 കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് തബ്ബത് ഇദാ അബീ ലഹബിൻ വതബ്ബ്,
മാ അഗ്ന അൻഹു മാലഹു വമാ കസബ്. അവിടെ ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട് അവന്റെ യാതൊരു സമ്പാദ്യവും, അവൻ ഒരു അടിമയെ മോചിപ്പിച്ചു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്, അവന്റെ യാതൊരു സമ്പാദ്യവും അവന് ഉപകാരപ്പെടുകയില്ല, അവൻ നരകത്തിൽ തന്നെ. അതിന് കൂടെ തന്നെ അവന്റെ ഭാര്യക്ക് വല്ല വെള്ളം കിട്ടുന്നുണ്ടോ, അതെ ഭാര്യ ഒന്ന് സ്വർഗത്തിലാണോ, ആ ഒരു സംശയം. പിന്നെ അതോടൊപ്പം തന്നെ ആ ഭാര്യ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞാൽ നബിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നബിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുക, നബിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുക, അതായിരുന്നു അബൂലഹബിന്റെ ഭാര്യയുടെ പണി. അതുകൊണ്ട് നബിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നത് കൊണ്ട് അവന്റെ ഭാര്യയും നിത്യവും നരകത്തിലായിരിക്കുമെന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നു. ഇത് ഖുർആനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു പണ്ഡിതരിൽ നിന്ന്, നിങ്ങളിൽ നിന്നുമല്ല സുന്നികളിൽ നിന്നുമല്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യം, അവന്റെ യാതൊരു മുതലും അവൻ ഉപകരിക്കുകയില്ല. പിന്നെ അവന്റെ ഭാര്യയുടെ കാര്യം എന്താണ് ഒന്ന് അറിഞ്ഞാൽ നന്നായി. ശരി. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും രണ്ടുപേരും നരകത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നു. താങ്കൾ തന്നെ ആ വചനങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്ത് അബൂലഹബിന് തിങ്കളാഴ്ച വെള്ളം കിട്ടുന്നുണ്ട്, ഇളവുണ്ട് എന്നുള്ളത് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല. അത് അബൂലഹബ് തന്നെ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞിട്ടില്ല. അബൂലഹബാണ് പറഞ്ഞത് എനിക്കിങ്ങനെ വെള്ളം കിട്ടുന്നുണ്ട്, ആശ്വാസമുണ്ട് എന്ന്. അബൂലഹബിന് ഒരാൾ സ്വപ്നം കണ്ടപ്പോൾ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു എന്നാണ് കഥ. അബൂലഹബിനെ സ്വപ്നം കണ്ടുകഴിഞ്ഞപ്പോൾ അബൂലഹബിനൊപ്പം നമ്മളെ AP ഉസ്താദിനെ കണ്ടുപോയിരിക്കും സ്വപ്നത്തിൽ. എന്നിട്ട് അബൂലഹബ് പറഞ്ഞു ഞാൻ ഇപ്പോൾ സ്വർഗത്തേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ നരകത്തിലൊന്നുമല്ല, നിങ്ങൾ ഇവിടെ തപ്പത്തൊന്നും ഓതണ്ട എന്ന് അബൂലഹബ് പറഞ്ഞാൽ നമ്മൾ മാറ്റൂതല്ലോ. അബൂലഹബ് ജീവിച്ച കാലത്ത് നേക്കുന്നേരം വന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കലില്ല. പിന്നെ ഇപ്പം മരിച്ചതിന് ശേഷം അബൂലഹബിനെ സ്വപ്നം കണ്ടിട്ട് അബൂലഹബ് വന്ന് പറഞ്ഞു പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടൂല. അവിടെ അബൂലഹബ് അങ്ങനെ വെള്ളം കിട്ടുന്നില്ല, അബൂലഹബിൻ്റെ ഭാര്യയ്ക്കും വെള്ളം കിട്ടുന്നില്ല. അള്ളാഹു തീർത്തു പറഞ്ഞു മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തുക്കളും അവൻ സമ്പാദിച്ച ഒന്നും അവന് ഉപകാരപ്പെടുകയില്ല. അപ്പം ഏതോ ചില ആളുകൾ അബൂലഹബിനെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സമ്പാദ്യമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു ഒപ്പിച്ചതാകാൻ മതി. അപ്പോൾ ആ റിപ്പോർട്ട് ഉള്ളോട് തന്നെ അത്രയേ ഉള്ളൂ. അബൂലഹബിനെ തൻ്റെ കുടുംബക്കാരൻ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞു എന്നൊരു കഥ സ്വപ്നം കണ്ട ആൾ പറഞ്ഞത് ചില റിപ്പോർട്ടിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചുവെന്നല്ലാതെ റസൂല് പറഞ്ഞുവെന്നോ സ്വഹാബികൾ പറഞ്ഞുവെന്നോ അതല്ലെങ്കിൽ അള്ളാഹ് പഠിപ്പിച്ചുവെന്നോ എന്നൊന്നും അതിലില്ല. നബി അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, സമ്പത്തൊന്നും ഉപകാരപ്പെടില്ല എന്ന് അള്ളാഹ് പറയാം. എന്നാൽ ഹദീസിൽ നബിതങ്ങൾ പഠിപ്പിച്ചു ഇന്ന സമ്പാദ്യം ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. അത് ഖുർആൻ എതിരൊന്നല്ല, അത് ബുദ്ധിക്കെതിരൊന്നല്ല, തള്ളേണ്ട ആവശ്യമില്ല. കാരണം പൊതുവായി അള്ളാഹ് പറഞ്ഞു, അതിൽ ഒരു വിഷയം പ്രത്യേകമായി നബി വേറെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ മതി, നമുക്കത് സ്വീകരിക്കാം. പക്ഷെ അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത കാലത്തോളം അബൂലഹബിന് അങ്ങനെ നരകത്തിൽ ഇളവുണ്ട് എന്ന് പറയാൻ നമുക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, അങ്ങനെ തെളിവുമില്ല. അതുകൊണ്ട് അബൂലഹബിന് അങ്ങനെ ഇളവില്ല, അബൂലഹബിൻ്റെ ഭാര്യയ്ക്കുമില്ല, അവർ നരകത്തിലാണ് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി എടുത്തു പറഞ്ഞത്. മാത്രം അവൻ നശിക്കട്ടെ എന്നുള്ള പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന് ഇരു കൈകൾ നശിക്കട്ടെ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അബൂലഹബ് പറയും നിങ്ങൾ എന്ത് വന്നിട്ട് എന്താ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് അബൂലഹബ് പറഞ്ഞു എന്നാവുമല്ലോ അപ്പോൾ അതിനർത്ഥം. അതേതായാലും സാധ്യമല്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ചോദിച്ചോട്ടെ. അവസാനം നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രസക്തമായ ചോദ്യം ആണെങ്കിൽ അവസാനം ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ തരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സിറാജ്, കരുവാരകുണ്ടെന്നാണ്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാനിവിടെ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നതിനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട് മങ്കൂസ് മൗലൂദിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഫാദിലക്കുമുലി ഉസ്താദ് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു വന്നു. എനിക്ക് രണ്ടാമതായിട്ട് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതേ മങ്കൂസ് മൗലൂദിൽ വറഅത് ഉമ്മുഹു ആമിനത റളിയല്ലാഹു അൻഹാ ഹൈന ഹമലത് ബിഹി മലായികത സമാഇ മദദ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു തവണയും കണ്ടുമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മലക്കിന്റെ രൂപത്തിൽ കണ്ടത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മലക്കുകളെ കാണാൻ കഴിയുമോ? അതല്ല ആമിന റളിയല്ലാഹു അൻഹ എന്നതിൽ പറയുന്നുണ്ട്, അവര് കണ്ടിട്ടുണ്ടോ? എന്താണ് അതുമായി ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മങ്കൂസ് മൗലിദിലും അതല്ലാത്ത മറ്റുള്ള ചില മൗലിദുകളിലൊക്കെ, അതായത് സറന്ദീപ് മൗലിദ്, ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അതായത് ആമിന ഇങ്ങനെ മലക്കിനെ കണ്ടു. മലക്കിനെ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്, പ്രവാചകന്മാരാണ്. മറ്റുള്ള ആളുകൾക്കൊന്നും മലക്കിൻ്റെ രൂപത്തിൽ കാണുക സാധ്യമല്ല. ഇപ്പോൾ
മറിയമ്മിനെ സംബന്ധിച്ച് സൂറത്തു മറിയമിലെ മറിയംബിയുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫതമസ്സല ലഹാ ബശറൻ സവിയ, അവിടെ പരിപൂർണമായൊരു മനുഷ്യരൂപത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരല്ലാത്ത ആളുകളാരും മലക്കുകളെ ആ രൂപത്തിൽ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ച് തരാം. ഈ സെറന്ദീപ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ ആമിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ല, അവർ ഗർഭിണിയായ സന്ദർഭത്തിൽ ആ ആമിനാബിൻ്റെ അടുക്കലേക്ക് വന്ന വേറെയും ചില ആളുകളെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. അതും നമ്മുടെ ആളുകൾ ജന്മദിനാഘോഷം വരുമ്പോഴൊക്കെ സാധാരണയായി ചൊല്ലിക്കൊണ്ടിരിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് فأول شهر الحمل جاء أبو البشر وأخبر أن الحمل أعظم من ظهر وثانيه إدريس جاء وقاله رئيس لكل الرسل بل صاحب الخطر. അപ്പോൾ ആമിന ഗർഭിണിയായപ്പോൾ ഒന്നാമത്തെ മാസം അബുൽ ബഷർ വന്നു എന്നാ. ആരനാരാ? ആദം നബി. അവ ഗർഭിണിയായപ്പോൾ ആദം നബി വന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഗർഭം ധരിച്ചത് ഏറ്റവും മഹാനായ ഒരു ആളമായ ആളെയാണ്. രണ്ടാമത്തെ മാസം ഇദ്രീസ് നബി വന്നു എന്നാ. എന്നിട്ട് പറഞ്ഞു എന്ത്? നിങ്ങളുടെ ഇപ്പോൾ ഗർഭം ധരിച്ചത് എല്ലാ റസൂലുമാരുടെയും റഈസായ നേതാവായ റസൂലാണ്. പിന്നെയോ വസാലിസുഹു നൂഹുൻ അതാഹാ മുഖ്ബിറൻ ലഹാ അന്ന ദാകൽ ഹംല അഫ്ഖാറു മൻ ഫഖർ. മൂന്നാമത്തെ മാസം പിന്നെ നൂഹ് നബി വന്നു. അങ്ങനെ ഓരോ മാസം ഓരോരുത്തർ വജാഅ ഖലീലുല്ലാഹി റാബിഉഹു ഫഖാൽ ഹുവ സയ്യിദുൽ ഹാദി ലിമൻ ളല്ല ഔ കഫർ. നാലാമത്തെ മാസം ഇബ്രാഹിം നബി വന്നു. وخاميسه جاه الذبيح مبشرا لها أن نسل السلالة من مضر. അപ്പോൾ ഈ നിലക്ക് ഓരോ മാസവും 4-5 മാസം പിന്നെ ഈസാ നബി, 6 മാസം മൂസാ നബി, 7 മാസം ദാവൂദ് നബി, 8 മാസം സുലൈമാൻ നബി, 9 മാസം വരുന്നത് ഈസാ നബിയാണ്. ഈസാ നബി വന്നിട്ട് പറയുന്നത് വഈസാ അതാഹാ താസിഉ ശഹരി ഖായില ഹനീഅൻ ഹനീഅൻ ലിൽ ജനീൻ അല്ലദി ഇസ്തഖർ. ഇപ്പോൾ ഗർഭത്തിൽ ഉറച്ച പ്രസവിക്കാറായ ആ കുട്ടിക്ക് മംഗളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസാ നബി വന്നു എന്നാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ മലക്കിനെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന മലക്കുകൾ വന്നു, അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും ഓരോരോ ആളുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പല വിഷയങ്ങളും ഇനി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഓരോ മാസത്തിലും ഓരോ മലക്കുകൾ വന്നിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ആളുകൾ പുണ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്. എന്നാൽ അതിന് നല്ല മുണ്ടൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ പേരിൽ കുറേ പൈസയൊക്കെ ചിലവാക്കി ഈ ലോകത്തും പരലോകത്തും ഗുണമില്ലാത്ത സാധനങ്ങളാണ്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് പ്രസവിക്കാൻ സമയമായപ്പോൾ ഫൈദാഹിയ ബി ഹവ്വ ഉമ്മുൽ ബശർ ഫി ഈദി നിസ്വാനിൽ ഹൂർ, സ്വർഗത്തിലെ ഹൂർലീങ്ങളുമായിട്ടുണ്ട് അവ അങ്ങനെ വരണം. പ്രസവിക്കാറായപ്പോൾ പ്രസവം നടക്കാൻ പോവുകയാണ്. വസാറത്തു സൗജത്തു ഇബ്രാഹിം ഫി ഖാസുറാത്തു തുർഫി ഖുർറദിൻ നഈം, സ്വർഗത്തിലെ വേറെ കുറേ പെണ്ണുങ്ങളുമായിട്ട് ആര് വരുന്നുണ്ട്? സാറ സൗജത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിൻ്റെ ഭാര്യ വരുന്നുണ്ട്. പിന്നെ അതാ ആസിയ ബിൻതു മുസാഹിം അൽ ഹൂറുൽ ഹിസാൻ, ഹൂറുൽ ഹിസാനുകളുടെ കൂടെ ആസിയ ഫിറഔന്റെ ഭാര്യ വരുന്നു. പിന്നെ മറിയം ബിന്തു ഇമ്രാൻ ഫി നിസ്വാനുൽ ജിനാൻ, സ്വർഗത്തിലെ വേറെ കുറേ പെണ്ണുങ്ങളുമായിട്ട് മറിയം ബിന്തു ഇമ്രാൻ പേര്. അങ്ങനെ പെരയിൽ സ്ഥലമല്ലാണ്ടായി, എല്ലാവരും കൂടി പെരയിൽ വന്നാൽ പിന്നെ സ്ഥലം ഉണ്ടാവും. അവസാനം വനസലത്തിൽ അംലാക്കും ജിബ്രായിൽ, ആകാശലോകത്തിന് സകല മലക്കുകൾ ഇറങ്ങിയെന്ന ഈ ജാതി ബടായകൾ ഈ മൗലൂദ് കിതാബിലല്ലാണ്ട് വേറെ പണി കാണൂല. ഒരടിസ്ഥാനത്തിനില്ല. നമുക്ക് ഇത് ഒരു ദീനിൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും ഒക്കെ ചെല്ലുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്ത് പറയുന്നത്. എന്നിട്ടോ അവസാനം മങ്കൂസ് മൗലിദിൽ പ്രസവം പറയുന്നുണ്ട്. വൈദാബി ത്വാഇരിൻ അബിയല ഖദ് സഖത മിനൽ ഹവാ ഫമറ ബിജനാഹിഹി അലാ ബത്നി ആമിന മുസ്രിഅൻ ഫളറബഹൽ മഖാദു ലൈലത്തൽ ഇസ്നൈനി സാനി അശ്റ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ. പ്രസവത്തിന് സമയമായപ്പോൾ ഒരു പക്ഷി ഇങ്ങോട്ട് മുകളിൽ നിന്ന് വന്ന് എന്നിട്ട് വളരെ സ്പീഡിൽ ആമിനാൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ട് പാറിപ്പോയി എന്നാണ്. അങ്ങനെ അപ്പോഴാണ് പ്രസവവേദന തുടങ്ങിയത്. അങ്ങനെ 12-ന് പ്രസവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ ഈ മലക്ക് വരലും അതേപോലെ ആ മലക്കിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് കള്ളക്കഥകളുണ്ട്. ഞാൻ അത് സമയമില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ചതാണ്. അതേപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ കേട്ടോളൂ. ഇതൊക്കെ നമ്മളൊന്ന് അറിയണം. എന്തുകൊണ്ട് നമ്മൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞില്ല, നിങ്ങൾ സ്വലാത്തിനെ എതിർക്കുകയാണ്. അത് സമൂഹം പഠിച്ചു വെച്ചത് അങ്ങനെയാണ്. ഇത് ചൊല്ലണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ കണ്ടോ, ഇവർ മദ്ഹിനെ എതിർക്കുകയാണ്, ഇവർ റസൂലിനെ തീരെ മദ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മദ്ഹ, അതിന് വല്ല അടിസ്ഥാനം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇനി കേട്ടോളൂ, പ്രവാചകൻ ജനിച്ചു വീണപ്പോൾ സുമ്മ കാനത്തി തുയൂറു തസ്അലുല്ലാഹ തഗ്ദിയതഹു, പക്ഷികളൊക്കെ വന്നിട്ട് പറയാം റസൂൽ അള്ളാഹിനോട്, ഞങ്ങൾ കുട്ടിനെ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷികൾ വൽ വുഹൂഷു റളാഅതഹു, വന്യമൃഗങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുട്ടി കൊണ്ടുപോയിട്ട് മുല കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. വൽ അംലാക്കു വൽ ഹൂറു തെർബിയതഹു, ഹൂർലീങ്ങളും അമലാക്കുകളൊക്കെ വന്നിട്ട് പറയാം ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോയിട്ട് വളർത്തട്ടെ.
വൽ ജിന്നു വൽ ഹീത്താനു ഹലാനത്തഹു, ജിന്നുകളും പാമ്പുകളും വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കുട്ടിയെ കൊണ്ടിട്ട് വളർത്തട്ടെ, സംരക്ഷിച്ചോളാം. അപ്പോൾ കാലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അള്ളാഹ് പറഞ്ഞു. നീ എവിടെ പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് വിഷയം ഗൗരവമാണ്. കാരണം അള്ളാഹ് പറഞ്ഞാൽ ഒന്നുകിൽ ഖുർആനിലെ ആയത്ത് വേണം, അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസായിട്ട് പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിക്കണം. അള്ളാഹ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് ഇതൊന്നുമില്ല. കാലല്ലാഹു തആല എന്നിങ്ങനെ മൗലൂദ് എന്ന് പറയുമ്പോൾ അള്ളാഹ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എന്നിപ്പോൾ സാധാരണക്കാരൻ വിചാരിക്കുള്ളൂ. എന്താ അള്ളാഹു തആല പറയുന്നത്? സബക ഹുക്കുമി വ ജറാ കലമി, എൻ്റെ ഹുക്കും മുമ്പേ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്, എൻ്റെ പേനത് എഴുതി കഴിഞ്ഞു. എന്ത്? ലാ തുർലിഉ ഹാദിഹിൽ ജൗഹറത സലീമത ഗൈറു അമതി ഹലീമ, ഹലീമല്ലാണ്ട് വേറൊരാളും ഈ കുട്ടിനെ മുലയൂട്ടി വളർത്താണ്ട്, അതുകൊണ്ട് ഞാൻ പാമ്പിനും തരൂല, ജിന്നിനും തരൂല, വന്യമൃഗങ്ങളും തരൂല, പക്ഷികൾക്കും തരൂല എന്ന് അള്ളാഹ് പറഞ്ഞു. എന്നായി എവിടെ പറഞ്ഞു? ഇതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ റസൂൽ ജനിച്ചതിന് ശേഷം റസൂലിന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്തുണ്ടായത്? റസൂലിന്റെ സൗന്ദര്യം കേട്ടറിഞ്ഞിട്ട് നാനാ ഭാഗത്തുനിന്നും ആൾക്കാർ ഓടിക്കൂടി. ആ സൗന്ദര്യം കേട്ടിട്ട് പ്രവാചകനെ കാണാൻ വേണ്ടി ആകെ കൂടി എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വന്ന് പ്രവാചകന്റെ ആ തെളിമയും ഉതുപ്പും കണ്ടിട്ട് കുറെ ആൾക്കാർ മരിച്ചു വീണു. ഇതാ റഹ്മത്തുൽ ആലമീൻ. റസൂലിന്റെ സൗന്ദര്യം കണ്ടിട്ട് കാണാൻ വന്ന ആളുകളൊക്കെ മരിച്ചു വീണു. കസീറുഹും മാതു, പല ആൾക്കാരും മരിച്ചു. അള്ളാഹ് പറഞ്ഞെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇതാണ് മൗലൂദും തമ്മിലുള്ള ഖുർആൻ തമ്മിലുള്ള ബന്ധം. ഇനി കേട്ടോ, അടുത്ത വരി എന്താണ്? ലം യുഹ്സമിൻ വജ്ദിഹി സഅഖു വകദാക മൻ ജുന്നൂബിഹി ദൗഖ. പ്രവാചകനെ കണ്ടിട്ട് ബോധം കെട്ട ആൾക്കാർക്ക് കണക്കില്ല എന്നാണ്. പല ആളുകളും ബോധം കെട്ടു വീണ്. പിന്നെയോ വകദാലിക മൻ ജുന്നൂബിഹി ദൗഖ, പല ആൾക്കാർക്കും ഭ്രാന്തായി. ഇത് മദ്ഹ, ഇതപ്പോൾ മദ്ഹ എന്ന പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പലതും. എന്നിട്ട് ഇതിപ്പോൾ ഗദ്യാണ്, അല്ല പദ്യാണ്. ശേഷം ഗദ്യം പറയുന്നുണ്ട് എന്ത്? വകൈഫലാ യമൂതു, എങ്ങനെ അവർ മരിക്കാതിരിക്കും? ഫീ ഹുസ്നിഹിൽ ജമ്മുൽ ഗഫീർ, ഇദ്ദേഹത്തിൻ്റെ ഈ ഭംഗി കണ്ടിട്ട് ഈ വലിയ കൂട്ടം ആളുകൾ എങ്ങനെ മരിക്കാതിരിക്കും? വഖദ് മാത ഫീ ഹുസ്നി യൂസുഫ് ഖൽഖുൻ ഗഫീർ, യൂസുഫിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് പണ്ട് കുറേ ആൾക്കാർ മരിച്ചതല്ലേ? അത് വേറെ നോണ. ഈ നോണ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേറൊരു നോണ. ഇങ്ങനെ നോണോടൊരു മാലപ്പടക്കാണ് എന്തിലുള്ളത്. പിന്നെ ഇടയ്ക്കിടെ കാല റസൂലുള്ളാഹി എന്ന് പറയും. അങ്ങനെ കാലൊന്നും ഇല്ല, അത് പറയാണ്. കാലല്ലാഹു എന്നും പറയും, അങ്ങനെയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാം അത് മുത്തജശി, പ്രവാചകന് ഇക്കിളിയില്ല, വത്തസാഉബ് കോട്ടുവായില്ല, വല്ലുറാത്തു, പ്രവാചകന് ഇങ്ങനെ ഒന്നുമുറിയുന്ന കീഴ്വായൊന്നുമില്ല, വത്വഹാറത്തുഹു ഫളലാത്തുഹു, പ്രവാചകന്റെ അവശിഷ്ടമൊക്കെ കാഷ്ടമൊക്കെ ശുദ്ധിയുള്ളതാണ്. ഇത് മുഅ്മിൻ കിതാബിലുള്ളതാണ്. വബ്തിലാഉൽ അർളി മാ ഖറജ മിൻഹു ഖബല യത്ലിയഹു അഹദുൻ, ആരും കാണുന്നതിന്റെ മുമ്പ് റസൂല് ബാത്റൂമിൽ പോയാൽ പിന്നെ വേഗത ഭൂമി അങ്ങോട്ട് വിഴുങ്ങുന്ന മൗലൂദ് കിതാബിൽ. എന്നിട്ട് പിന്നെ പറയാണെന്ത്? അന്ന സുഹാബിയൻ ഇബ്തല ഉദറതഹു, ഒരിക്കൽ ഒരു സുഹാബി ഇത് വിഴുങ്ങി. ഇത്ര ഈ ആദ്യ വഷളത്തിലൊക്കെ ഇതിലുള്ളത്. ഇത് മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റൂല. ഒരു സുഹാബി പ്രവാചകനെ കാഷ്ടെടുത്ത് വിഴുങ്ങി. ഇതിപ്പോൾ ചൊല്ലാത്തവനാണെന്ത്? റസൂലിനെ സ്നേഹിക്കാത്തവൻ. വിഴുങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ വജദഹ ശുഹദമ്മ മിസ്ക, നല്ല കസ്തൂരിയും നല്ല പിന്നെ തേനൊക്കെ ആയിട്ട് തോന്നി. ഫബലഗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറു, ഈ വിവരം റസൂലിന് കിട്ടി, ഇന്ന സുഹാബി ഇത് വിഴുങ്ങിയിട്ടുണ്ട്. വഖാല, അപ്പോൾ റസൂൽ പറയാണ്, മൻ ഖാലത ബത്നഹു ബത്നി ഹറമഹുല്ലാഹു അലന്നാർ, എൻ്റെ വയറ്റിലുള്ളത് ആരുടെയെങ്കിലും വയറിനോട് കൂടിച്ചേർന്നാൽ അവന് നരകം നിഷിദ്ധമാകുന്നു. വലിയ സൽക്കർമ്മ പന്ത ഇതായില്ലേ? എൻ്റെ വയറിനകന്ന് പോകുന്നത് വേറെ ഒരുത്തൻ്റെ വയറിനോട് ചേർന്നാൽ അവന് നരകം നിഷിദ്ധമാകുന്നു. എന്നിട്ട് മൗലൂദ് മാലക്കാരൻ പറയാണ്, ഫഹുവ അന്തറു വുജൂദ, ഇത് അങ്ങനെ എപ്പോഴൊന്നും കിട്ടൂല. അദർക്കഹു സുഹാബിയു, സുഹാബിക്കെന്നത് കിട്ടിയത് ബാദ തറജിഹി തൂല ജമാൻ, കുറേ കാലം പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട് കിട്ടിയതാണ്, തെരഞ്ഞെറിഞ്ഞ് കിട്ടിയതാണ്. നേരത്തെ പറഞ്ഞതോ ഭൂമി അപ്പം വിഴുങ്ങും ചെയ്യുമെന്ന് പറഞ്ഞു. ഏതാ ശരി? ആദ്യം പറഞ്ഞ ഭൂമി അപ്പം വിഴുങ്ങുന്നു. ഇവിടെ പറയുകയാണെന്ത്? ഇയാൾ കുറേ തെരഞ്ഞെടുന്നപ്പോൾ കിട്ടിയതാണ്. ഒരേ ഇതിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ. ഇത് ഇവിടെ മാത്രമൊന്നല്ല, നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണേ മൂത്രവും, നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബേ രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്നൊരീഹുൻ തൊയ്യിബത്തടിക്കുന്നതാ. നമ്മൾ മറ്റേ മൂലര് പാടിയതാണ്, അനങ്ങിയ പാട്ടുണ്ടാക്കുന്ന ആള്. അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു പോകും ആളുകളുടെ ഇടയിൽ നിന്ന്. ഇത് സുഗന്ധമാണെങ്കിൽ എന്തിനാ ഒഴിഞ്ഞു പോണത്? സുഗന്ധമാണെങ്കിൽ ഇത് ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് വെള്ളം കൊണ്ടുവരാൻ സ്വഹാബികളോട് പറയാം. വെള്ളം കിട്ടിയില്ല, കൊണ്ടുവന്നത് 2 കല്ല് ഒരു ചാണകവും. റസൂൽ പറയാം ചാണകം ഒഴിവാക്കി, ചാണകം ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് കല്ലുകൊണ്ട് ഉപയോഗിക്കുകയാണ്, കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എന്തിനു വൃത്തിയാക്കുന്നത്? സുഗന്ധം മേത്തായ ആരെങ്കിലും വൃത്തിയാക്കുമോ?
അപ്പോൾ ഈ ജാതി പൊട്ടത്തരങ്ങളും ദീനുമായോ പ്രമാണവുമായോ മനുഷ്യൻ്റെ യുക്തിബുദ്ധിയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത വെറുതെ കുറേ സംഗതികൾ ഇങ്ങനെ പടച്ചു വിടുക. പറഞ്ഞിട്ട് അവസരം എന്താ അറിയോ? അവസാനം കുർസിയിൽ പിടിച്ചിരുത്തിയെന്നാ. ഈ കുർസി അതോ ഇത് എഴുതിയോട്ടെ ധാരണ അല്ല കസാല ഇരിക്കാന്നാണ്. എന്താ പറഞ്ഞറിയോ? ആ പ്രവാചകന്റെ മഹത്വം എത്രത്തോളം ഉണ്ട്? അലിംബി നബിയിൻ ഹറമിയിൻ മദനി കത് ഹുസ്സ ബിമാ ലാഹു ഫീ കുല്ലി നബി. ഒരു നബിയിലും ഇല്ലാത്ത പല ഖുസൂസിയത്തുകളും ഇദ്ദേഹത്തിനുണ്ട്. സമ്മാഹു ഹബീബം വ ഖലീലം വ ഹമീദ. ഹമീദ്, ഖലീൽ, ഹബീബ് ഒക്കെ പേരിട്ട്. എന്ന് മാത്രമല്ല ഖദ് മക്കനഹുൽ ജിൽസത ഫൗഖൽ കുർസി. കുർസിന്റെ മുകളിൽ അള്ളാഹിന്റെ ഒപ്പം പിടിച്ചിരുത്തിയെന്നാ. അപ്പോൾ അള്ളാഹ് ഇരിക്കണ കുർസിയിലാ. ഏതുവനെ ധാരണപ്പം അതാണല്ലോ. കുർസി എന്ന് പറഞ്ഞാൽ മൗലിഉ ഖദമൈ റഹ്മാൻ, അള്ളാഹു തആല തന്റെ പാദം വെക്കുന്ന ഭാഗമാണ് കുർസി. അള്ളാഹ് ഉപവിഷ്ടനായിരിക്കുന്നത് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിലാണ്. അതും കൂടി തിരിയാതെ ഇപ്പോൾ എഴുതിക്കണത് കുർസിയിൽ. അപ്പോൾ ഇത് എഴുതുവാൻ ധാരണപ്പം എന്താ? കുർസിയാണ് പിരിക്കാനുള്ള സ്ഥലം. അപ്പോൾ കുർസിയിൽ മുഹമ്മദ് നബിനെ കയറ്റിയിട്ട് ഉന്നതമായ സ്ഥാനത്താണ്. ഇതാണ് എഴുതിയവർക്കും വലിയ പിടിപാടൊന്നുമില്ല, ചൊല്ലുന്നവർക്ക് ഏതായാലും ഇല്ല, ചൊല്ലിപ്പിക്കുന്നവർ പിന്നെ ഓർക്ക് വളരെതായ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ആരും മലക്കിനെയും കാണാൻ പോയിട്ടില്ല, ആരും നബിമാരും കാണാൻ പോയിട്ടില്ല. എല്ലാം അബദ്ധജടിലങ്ങളായ അടിസ്ഥാനരഹിതമായ സംസാരങ്ങളാണ്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടിയും. പള്ളി നിർമ്മാണം ഇസ്ലാമികമാണ്, അതുപോലെ പള്ളി എങ്ങനെ കയറ്റാം എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം എന്നാണ് ധാരണ. തെറ്റ് നിങ്ങൾ തിരുത്താം. അതുപോലെ പ്രവാചക സ്നേഹം ഇസ്ലാമികമാണ്, പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? മതത്തിൽ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടൊരു വിഷയം. അതിന് ഭൗതികമായ ഏത് സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് തന്നെയാണ് അടിസ്ഥാനമായ നിയമം. ഇപ്പം പള്ളി ഉണ്ടാക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഏത് രൂപത്തിലും പള്ളി ഉണ്ടാക്കാം, പാടില്ലെന്ന് പറഞ്ഞ അമിതമാകുന്ന ദൂർത്താകുന്ന തരത്തിലേക്ക് പോകാതെ എങ്ങനെയും ഒരാൾക്ക് പള്ളി നിർമ്മിക്കാം. എന്നതുപോലെ ഇൽമ പഠിപ്പിക്കാൻ മതം പഠിപ്പിച്ചു. അത് എങ്ങനെയും പഠിപ്പിക്കാം. കോളേജ് ഉണ്ടാക്കാം, മദ്രസ ഉണ്ടാക്കാം, ഇതേപോലെ മുഖാമുഖം വെക്കാം, വാദപ്രതിരോധം വെക്കാം. അതൊക്കെ അതിന് ഉപയോഗപ്പെടുത്താം. ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. നബിയെ സ്നേഹിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ആ നബിയെ നമുക്ക് എങ്ങനെയും സ്നേഹിക്കാം, അമിതമാവാത്ത രൂപത്തിൽ എങ്ങനെയും സ്നേഹിക്കാം. എന്നാൽ അതിലേക്ക് ആളുകൾ കമ്പയർ ചെയ്യും നബിദിനാഘോഷത്തെ. എന്നാൽ എന്തുകൊണ്ട് അത് നബിദിനാഘോഷം അതിൻ്റെ ഭാഗം എന്ന് കൂട്ടിയാൽ പോരെ? അവിടെ അടിസ്ഥാനം തന്നെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് വ്യത്യാസം. റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കാൻ ഒരു അടിസ്ഥാനം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പിന്നെ അത് എങ്ങനെയും ആകാം. നബിയുടെ കാലത്ത് ഒരു കാരക്ക എടുത്തിട്ട് ഇതാ സ്വഹാബ ഞാൻ ജനിച്ച ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ ഒരു കാരക്ക എടുത്ത് നബി കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് അതിൽ ഭൗതികമായ ഏത് സൗകര്യവും ഉപയോഗപ്പെടുത്താം. ബിരിയാണി വെക്കാം, മന്തി വെക്കാം, എങ്ങനെയാവാം, ഏത് രൂപത്തിലും കൊണ്ടുവരാം. പക്ഷെ അടിസ്ഥാനം തന്നെ അതില്ല. അതാണ് വ്യത്യാസം. നബിയെ സ്നേഹിക്കാൻ വിരോധമില്ല. ഇവർക്ക് എപ്പോഴും സ്നേഹിക്കാം, എന്നും സ്നേഹിക്കാം, എങ്ങനെയും സ്നേഹിക്കാം. സ്നേഹിക്കാൻ പഠിപ്പിച്ച വഴിക്കൊക്കെ പറ്റും. പാടില്ലെന്ന് പറഞ്ഞ അമിതമായ പ്രശംസകളും അമിതമായ വർണ്ണനകളും അത് ഒഴിവാക്കിയാൽ മതി, ബാക്കിയൊക്കെ ആവാം. എന്നാൽ അത് റബീഉൽ അവ്വൽ 12 ബന്ധപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഇവിടെ 12 എന്താ പ്രത്യേകം പറയുന്നത്? കാരണം അവർ തന്നെ എഴുതി വെച്ചു, ബലിപെരുന്നാളിനേക്കാളും ചെറിയ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് റബീഉൽ അവ്വൽ 12. ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുള്ള രാവാണ് നബി തങ്ങൾ ജനിച്ച രാവ്. 3 ഈദാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. 1 ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ, 3 ഈദ് മീലാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ കൊണ്ടുവരുമ്പോൾ അതിന് അടിസ്ഥാനം മതത്തിൽ കിട്ടണം. ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല. ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല എങ്കിൽ അതിന് വിരോധമില്ല. അതേസമയം ഇത് മഹത്വമായി പഠിപ്പിക്കുകയും സുന്നത്തായി പറയുകയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ എഴുതിയത് ഇത് സുന്നത്താണ് എന്ന നബിയുടെ കാലം മുതൽ കണ്ണി മുറിയാതെ തുടർന്നു വരുന്ന സുന്നത്താണ് നബിദിനാഘോഷം എന്നാണ് റബീഉ എന്ന സ്പെഷ്യൽ പതിപ്പിൽ കാന്തപുരം മുസ്ലിയാർ തന്നെ എഴുതിയത്. നേരത്തെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു, ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് എഴുതിയത്. അങ്ങനെ എഴുതുമ്പോൾ അതിൽ ഒരു അസുല് അന്ന് കിട്ടണം. ആ അടിസ്ഥാനം കിട്ടിയാൽ അതിലേക്ക് നമുക്ക് ദീനെതിരാവാത്ത ഏതും നമുക്ക് കൂട്ടിച്ചേർക്കാൻ വിരോധമില്ല. അപ്പം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു കാരക്കയോ എന്തെങ്കിലും സ്പെഷ്യലോ ഒരു 2 സ്വലാത്തോ ഏറെ ചൊല്ലിയിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഇതാ ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചിരുന്നുവെങ്കിൽ നമുക്കതിലേക്ക് പിന്നീട് ഭൗതികമായ ഏത് സൗകര്യവും സംവിധാനം നമുക്കതിലേക്ക് കൂട്ടിച്ചേർക്കാൻ വിരോധമില്ല. അതുകൊണ്ടാണ് നബിദിനാഘോഷത്തെ പറ്റി പരാമർശിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വലാ യുൻഖലു അമലഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സികുന ബി ആസാരിൽ മുതഖദ്ദിമീൻ. മാതൃകാ യോഗ്യരായ മുൻഗാമികളുടെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന
മതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ പോലും ഈ അമൽ ചെയ്യാൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെയാണ് അസ്ലു അമദിൽ മൗലിദ് ബിദ്അ എന്നും പറഞ്ഞത്. മൗലിദ് എന്ന അമദിന്റെ അസ്ലു തന്നെ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണവും അതാണ്. അപ്പോൾ അസ്ലു അന്ന് ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. അതാണ് പള്ളിയുടെ വിഷയത്തിൽ, ദീന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ, ദഅവത്തിന്റെ വിഷയത്തിൽ എല്ലാം അതാണ്. ദഅവത്ത് നബി ഞങ്ങൾ പഠിപ്പിച്ചു. നമുക്കത് ഏത് വഴിയും സ്വീകരിക്കാം. ഡോർ ടു ഡോർ ആവാം, പീസ് റേഡിയോ ആവാം, നേർവഴിയാകാം, നേർപഥമാകാം. അതൊക്കെ എന്താണ് ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനി അതിനും സ്പെഷ്യൽ പുണ്യം നിശ്ചയിക്കുന്നുവെങ്കിലോ ബിദ്അത്തായി മാറുകയും ചെയ്തു. ഉള്ള അമലിന് തന്നെ ഒരു പുതിയ രൂപവും ഭാവവും നിശ്ചയിക്കുകയും ആ രൂപവും ഭാവവും മതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്താൽ അത് ബിദ്അത്തായി മാറും. അതാണ് ബിദ്അത്തിന്റെ മറ്റൊരു അടിസ്ഥാനം. ഉള്ളൊരു അമൽ തന്നെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വലാത്തൊല്ലാം, എപ്പോൾ വേണമെങ്കിലും സുബ്ഹാനല്ലാഹ് ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും അൽഹംദുലില്ലാഹ് ചെല്ലാം, എത്രയും വർദ്ധിപ്പിക്കാം, നല്ല കാര്യമാണ്. ഒരാൾ രാവിലെ സുബഹിസ്കരിച്ച് പ്രത്യേകിച്ച് എവിടെ പോകാനൊന്നുമില്ല, ഫ്രീ ആണ്, അയാൾ പള്ളിയിൽ തന്നെ അവിടെ ഇരുന്നു, അയാൾ ഒരു അരമണിക്കൂർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലി, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾ പറയാണ് സുബഹിക്ക് ശേഷം അരമണിക്കൂർ സുബ്ഹാനല്ലാഹ് ചൊല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തായി മാറി. അതാണ് മതത്തിന്റെ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ നോമ്പുകാരിയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നോമ്പെടുത്തത്? അവർ പറഞ്ഞു, വെള്ളിയാഴ്ചയാണല്ലോ, നല്ല ദിവസമല്ലേ, അതുകൊണ്ട് നോമ്പൊറ്റതാണ്. നബി ചോദിച്ചു, ഇന്നലെ നോമ്പെടുത്തിരുന്നുവോ? ഇല്ല. നാളെ നോക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഫഅഫ്തിരി, എങ്കിൽ നീ ആ നോമ്പ് മുറിച്ച് കളയുക. വെള്ളിയാഴ്ച അല്ലേ, നല്ല ദിവസമല്ലേ, അതുകൊണ്ടൊരു നോമ്പ് പറ്റൂല. എന്നാൽ ഒരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോറ്റ് പോകുന്നു. വ്യാഴാഴ്ച നോറ്റു, വെള്ളിയാഴ്ച അല്ല, ശനിയാഴ്ച നോറ്റു, ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച നോറ്റു, ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച നോറ്റു, വ്യാഴാഴ്ച അല്ല, വെള്ളിയാഴ്ച നോറ്റു, ശനിയാഴ്ച അല്ല, അങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഒരു ദിവസം വന്നാലും ഒരു വിരോധമില്ല, ഒരു പ്രശ്നമില്ല. എന്നാൽ തിങ്കളാഴ്ചയല്ലേ, നല്ല ദിവസമല്ലേ, അന്ന് നോമ്പ് ഉണ്ട്. എന്തുകൊണ്ട്? അത് നബി ഞങ്ങൾ പഠിപ്പിച്ചു. വ്യാഴാഴ്ചയല്ലേ, അന്ന് നോമ്പ് സുന്നത്തല്ലേ, എന്ന് നോറ്റാലോ പുണ്യമാണ്. എന്തുകൊണ്ട്? നബി ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ വെള്ളിയല്ലേ, നല്ല ദിവസമല്ലേ, ഞാൻ നോക്കട്ടെ, അത് പറ്റൂല, അത് ബിദ്അത്താണ്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പം ഇല്ലാത്തത് ഉണ്ടാക്കുന്ന ബിദ്അത്താണ്. ഉള്ളതിന് തന്നെ പുതിയ രൂപവും ഭാവവും എണ്ണവും ഒക്കെ ഉണ്ടാക്കുകയും ആ എണ്ണവും വണ്ണവും രീതിയും ഭാവവും മതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്താൽ അതും ബിദ്അത്താണ്. അപ്പം ഉള്ളത് എണ്ണം പഠിപ്പിച്ചുവെങ്കിൽ ആ എണ്ണം ചെയ്യാം, സമയം പഠിപ്പിച്ചുവെങ്കിൽ ആ സമയം അതിന് പാലിക്കാം, അത് പ്രത്യേക രീതി പഠിപ്പിച്ചുവെങ്കിൽ ആ രീതി നമുക്കതിൽ മാതൃകയാക്കാം, അത് പ്രത്യേകമായ പ്രതിഫലം പറഞ്ഞുവെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. അതൊന്നും പറയാതെ പൊതുവായി പറഞ്ഞാൽ അത് പൊതുവായി സ്വീകരിക്കുക. അവിടെ നമ്മുടെ വക മതത്തിലേക്ക് വേണ്ടി എണ്ണം വെക്കാൻ പാടില്ല, നമുക്ക് സൗകര്യത്തിന് വേണ്ടി എണ്ണം വെക്കാം. ഇപ്പം നമ്മൾ മുഖാമുഖം വെച്ചു, വൈകുന്നേരം 6:30 തുടങ്ങും, ഒരു 9:30 അല്ലെങ്കിൽ 10 മണിക്ക് അവസാനിക്കും, നമ്മൾ സമയം വെച്ചു, അവിടെ ബിദ്അത്താവോ? ഇല്ല. എന്നാൽ ആ സമയത്ത് നടത്തുന്ന സുന്നത്താന്ന് പറഞ്ഞാലോ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. ദിവസം വെച്ചു, ഡേറ്റ് വെച്ചു, പോസ്റ്റർ ഒട്ടിച്ചു, ആളെ നിശ്ചയിച്ചു, അതൊക്കെ നമ്മൾ തീരുമാനിച്ച സമയവും സ്ഥലവും അതേപോലെ എല്ലാം നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഡേറ്റ് വെച്ചില്ലേ, സമയം വെച്ചില്ലേ, ആളെ നിശ്ചയിച്ചില്ലേ, അതുകൊണ്ടൊക്കെ ബിദ്അത്താകോ? ഇല്ല. ഈ നിശ്ചയിക്കപ്പെട്ട സവിശേഷതകൾ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ബിദ്അത്തായി മാറും എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സമീർ തിരൂറന്നൂർ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ മൗലിദ് ചൊല്ലിയതായിട്ട് അൻസാരികൾ പ്രപന്നനായ അസ്സാദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബുഖാരി മുസ്ലിമിലും പറഞ്ഞതായിട്ട് വല്ല ഹദീസുമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ പശ്ചാത്തലം? പിന്നെ നിഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ അല്ലെ ഈ മൗലിദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം ഒരു നല്ല കവിയാണ്. പ്രവാചകനെ പ്രശംസിച്ച് ധാരാളം കവിതകൾ അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട്. അതൊന്നും മൗലിദുമായി ബന്ധമുള്ളതല്ല. ഇപ്പോൾ വാട്സപ്പിലൊക്കെ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ചില ഉസ്താദുമാരുടെ പ്രസംഗങ്ങളൊക്കെ ഓടുന്നുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് നബിയുടെ മൗലിദ് ചൊല്ലി, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അതൊന്നും മൗലിദുമായി ബന്ധപ്പെട്ടതല്ല. പ്രവാചകനെ മഹത്വം പറഞ്ഞ ധാരാളം കവിതകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം, നമ്മൾക്ക് ചെയ്യാറുമുണ്ട്. നമ്മൾ പീസ് റേഡിയോ എടുത്താൽ തന്നെ പീസ് റേഡിയോ അടക്കം പ്രവാചകന്റെ മഹത്വം പഠിപ്പിക്കുന്ന, നബിയുടെ മേന്മകളെ പഠിപ്പിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നബി ഞങ്ങളെ മഹത്വം പഠിപ്പിക്കുന്ന ധാരാളം ഭാഗങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ഏത് പ്രസിദ്ധീകരണം എടുത്താലും പ്രവാചകനെ പറ്റി കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം ഒരു മാസത്തെ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചു, മുഹമ്മദ് നബിയെ അറിയുക എന്ന പേരിൽ. അപ്പം എന്നതുപോലെ അന്നത്തെ കാലത്ത് പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് അവരൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നബിയെ ആക്ഷേപിച്ച് മുശ്രിക്കീങ്ങളായ കവികൾ കവിത ചൊല്ലിയപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ഹസ്സാനോട് ഹസ്സാൻ നീ മറുപടി കൊടുക്കണം.
നബിതങ്ങൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്ത് പഠിച്ചോനെ ഹസ്സാനെ പ്രത്യേകമായ ശക്തി നൽകി സഹായിക്കണേ എന്ന് നബിതങ്ങൾ ദുആ ചെയ്തത് കൂടി നമുക്ക് കാണാൻ കഴിയും. അതാണ് അവിടെയൊക്കെ ഉള്ളത്. അങ്ങനെ പല സ്വഹാബിമാരും പ്രവാചകന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അത് പദ്യമായും ഗദ്യമായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അത് മദീനത്തെ പള്ളിയിൽ മൗലിദായി റബീഉൽ മാസം 12 അല്ലാത്ത ദിവസങ്ങളിലോ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം ഇല്ല. അത് ബുഖാരിയിലില്ല, മുസ്ലിമിലും ഇല്ല, ഒരു റിപ്പോർട്ടിലും എവിടെയും അങ്ങനെ വന്നിട്ടില്ല. ലഈഫായത് പോലും ഇല്ല. അങ്ങനത്തെ ഉണ്ടെങ്കിലും മൂലമല കൊണ്ടുവരും. അതും കൂടി ഇതുവരെ ആരും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നിഅ്മത്തുൽ കുബ്ര എന്ന പേര് ഒരു കിതാബ് ഇബ്നു ഹജർ ഹൈത്തമി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇബ്നു ഹജർ ഹൈത്തമി എഴുതിയതാണോ അല്ലേ എന്ന് തന്നെ സംശയമാണ്. ഇനി ഉണ്ടെങ്കിൽ പോലും ആ കിതാബിൻ്റെ പ്രത്യേകത നമുക്ക് ഇപ്പം അത് മാർക്കറ്റിൽ ലഭ്യമാണ്, നെറ്റിലും കിട്ടും. നെറ്റിലടിച്ചാലും നിഅ്മത്തുൽ കുബ്ര അൽ ആലം എന്ന കിതാബ് അടിച്ചു നോക്കിയ PDF കോപ്പി അടക്കം ഇപ്പം നെറ്റിൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഹംദും സ്വലാത്തും കഴിഞ്ഞാൽ 1-ാമത്തെ അധ്യായം നേരെ തുടങ്ങുന്നത് തന്നെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നു, മൗലിദിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ ബദറിൽ പങ്കെടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കിതാബ് തുടങ്ങുന്നത് തന്നെ. ഒരു കിതാബ് അങ്ങനെ തുടങ്ങുന്നല്ലോ. ഒരു കിതാബ് തുടങ്ങുമ്പോൾ അതിന് കിട്ടും മട്ടും ഒരു മര്യാദയും ഇതൊന്നുമില്ല. നേരെ കിതാബ് തുടങ്ങുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കഥകൾ. അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രം ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കാവുന്ന രൂപത്തിലാണ് ആ കിതാബ് ഉള്ളത്. ഇനി അങ്ങനെ കിതാബ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇബ്നു ഹജർ ഹൈത്തമി എഴുതിയതും അത് അങ്ങനെ എഴുതിയ കിതാബാണെന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 900 ശേഷമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് 909 909 അദ്ദേഹം ജനിച്ചു. 972 എന്നെ ഓർമ്മ അദ്ദേഹം മരണപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖിനെ അവിടുന്ന് കണ്ട് 900 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട് എന്നർത്ഥം. സിദ്ദീഖ് ഖാൻ, ഉമർ ഖത്താബ്, അതേപോലെ പിന്നെ ഹസൻ ബസ്വരി, ഇബ്രാഹിം നഖഈ തുടങ്ങിയ ഇമാം ഷാഫി അടക്കമുള്ള പതിനെയും കുറിച്ചുള്ള കുറേ ഉദ്ധരണികൾ അതിൽ കാണുന്നു. പക്ഷെ അവരൊക്കെ കാലത്തിന് ഇങ്ങോട്ട് 900-800 കൊല്ലം ഇപ്പുറത്താണ് ഇബ്നു ഹജർ ഹൈത്തമി ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞെങ്കിൽ അത് ആരോടാ പറഞ്ഞത്, അത് ആരാ കേട്ടത്, അത് എവിടെ ഉള്ളത്, അതിന് സനതെന്താണ്, അതൊന്നുമില്ല. സനതോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് എവിടുന്നോ ആരൊക്കെ തട്ടിപ്പിടിച്ചുണ്ടാക്കി ഒരു കിതാബാക്കിയത് വലിയ നിഴമത്താണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു എന്നതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫത്തുൽ മുഈൻ്റെ വ്യാഖ്യാനമായി 7ാമത്തെ ത്വാലിബിയിലും 3-ാം വാള്യത്തിൽ മൗലിദുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ട്. അവിടെയും ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഇത് ആദ്യകാലത്തില്ല, പിൽക്കാലത്ത് ഉണ്ടായതാണ്, മുളഫർ രാജാവ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ പേജിൽ തന്നെ പറയുന്നു. ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു, ഉഹിദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും നബിതങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും. ഇത് ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു, ഇബ്രാഹിം നഖഈ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഖാദൽ യാഫിഈനാണ്. ഖാദൽ യാഫിഈ അത് ഇവിടേക്ക് എത്തിയപ്പോൾ ഖാദൽ ഷാഫിഈ എന്നായിട്ടുണ്ട്. ഖാദൽ യാഫിഈ, യാഫിഈ ഇമാം, യാഫിഈ ഷാഫി മദ്ഹബിലെ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാണ്. അത് നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബൊക്കെ എത്തിയപ്പോഴേക്ക് ഖാദൽ ഷാഫിഈ, വാചകമൊന്നും വ്യത്യാസമില്ല. യാഫിഈ പറഞ്ഞ അതേ വാചകം തന്നെ, ഒരു ഹർഫ് പോലും വ്യത്യാസമില്ല. അതേ വാചകം തന്നെ കൊടുത്തിട്ട് യാഫിഈ എന്നുള്ളത് ഷാഫിഈനാക്കി. അത് പിന്നെ നെല്ലിക്കുത്തിന്റെ മരുമകൻ അബ്ദുൽ അസീസ് സഖാഫി എന്ന ചങ്ങാതി, നമ്മൾ പണ്ട് ക്ലിപ്പിടുണ്ടല്ലോ, ബദറുണ്ടായത് ഞങ്ങൾക്ക് സുന്നാക്ക് ബദർ മൂടി വയ്ക്കാന്നൊക്കെ പറഞ്ഞ ആള്, അയാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്, സർവ്വവിജ്ഞാന കോശം അങ്ങനത്തെ പേര്. അതിന് അയാൾ ഇതിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം നേരെ ഇമാം ഷാഫി പറഞ്ഞു എന്നാക്കിയിട്ട് ഒന്നും കൂടി ഉഷാറാക്കി അതങ്ങാണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുന്നാണ് ഈ കഥകളൊക്കെ വന്നിട്ടുള്ളത് എന്നല്ലാതെ ഈ പറയപ്പെട്ട സ്വഹാബിമാരോ താബിഴികളോ മദ്ഹബിൻ്റെ ഇമാമുമാരോ അവരൊക്കെ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ശരിയായ ഒരു പരമ്പരയോ സനദോ സ്വഹീഹോ അഴീഫായ സനദ് പോലും അതിനൊന്നുമില്ല. അവരൊന്നും കിതാബിൽ കാണുന്നില്ല, അവരുടെ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല. അത് അവരാരോട് പറഞ്ഞു, ആര് കേട്ടു, അതൊന്നുമില്ല. ഇതിങ്ങനെ ആരോ ഒരാളാണ്ട് വെറുതെ ആണ് പറഞ്ഞു വിട്ടു എന്നല്ലാതെ അത് ഒരു കിതാബായി പിൽക്കാലത്ത് ആരൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് അത് വിതരണം ചെയ്തതായിരിക്കുമെന്നാണ് ന്യായമായും സംശയിക്കാവുന്നത്. ഇബ്നു ഹജർ ഹൈത്തമി അങ്ങനെ കിതാബ് എഴുതിയതായിട്ട് ഉണ്ടോ ഇല്ല, അല്ലാഹു അഅലം. ഉണ്ടെങ്കിൽ തന്നെ അതിൽ സനദോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. എൻ്റെ പേര് യൂഷൽ, വീട് മണ്ണാർമല. ഇവിടെ വിഷയാവതാരകൻ മൗലീദിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഷിർക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായി. ആ വരികളെക്കുറിച്ച് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഷിർക്കിനെ കുറിച്ചുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ ഷിർക്കിനെ കുറിച്ച് പറയുന്നതിലെ ആധികാരികതയിലാണ് എനിക്ക് സംശയം. എൻ്റെ സംശയത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ വേദിയിലിരിക്കുന്ന ഫൈസൽ മുസ്ലിയാരുടെ നാരിയത്ത് ഇസ്ലാത്തിനെ കുറിച്ചുള്ള അഭിപ്രായം
ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് ബഹ്റൈനിലാണെന്ന് തോന്നുന്നു ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറയുന്നത് നാരിയത്ത് സലാത്തിന്റെ വരികളിൽ തന്നെ ശിർക്കുണ്ട്. അപ്പം പിന്നെ അത് ചൊല്ലുന്നവന്റെ മനസ്സുമൊക്കെ എന്തായാലും അതിന്റെ വരികളിൽ തന്നെ ശിർക്കുണ്ടെന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സലഫി പ്രസ്ഥാനത്തിലെ ചില തലമുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമാണ്. ഒരു വലിയ പണ്ഡിതൻ, ഒന്നിലധികം ആളുകൾ സലഫി പ്രസ്ഥാനത്തിൽ അവർ പറയുന്നത് ചൊല്ലുന്ന ആളുടെ മനസ്സിലാണ് ശിർക്ക്, ഇതിലെ വരികളിൽ ശിർക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന്. ഞാനിത് പറയുന്നത് വേദിയിലിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവരെ ഇപ്പോൾ സലഫി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരായി കാണുന്നുണ്ടാവില്ല. പക്ഷെ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും ആ നേതാക്കന്മാരെ ഇപ്പോഴും പണ്ഡിതന്മാരെ സലഫി പ്രസ്ഥാനത്തിന് പണ്ഡിതരായി തന്നെ പരിഗണിക്കുന്നു. ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആ നാരിയത്ത് സലാത്തിന്റെ വരികളിൽ ശിർക്കില്ല എന്ന് പറയുന്ന പണ്ഡിതൻ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ അടുത്ത സലഫി മസ്ജിദിൽ വന്നിരുന്നു. ഈ ഉള്ളവൻ അതിന് സാക്ഷിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സക്കരിയ സലാഹിയെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നാരിയത്ത് സലാത്തിന്റെ വരികളിൽ ശിർക്കില്ല. ജബ്ബാർ മൗലവിക്കും ലബാദാരിക്കും ഒക്കെ അഭിപ്രായമാണ്. പക്ഷെ അവർ ശിർക്കല്ല എന്ന് പറയുന്ന ആ വരികളെ ഫൈസൽ മുസ്ലിയാർ ശിർക്കാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശിർക്ക്, പ്രാർത്ഥന അതുപോലെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തന്നെ ഭിന്നാഭിപ്രായമാണ്. അപ്പൊ സദസ്സിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫൈസൽ മുസ്ലിയാരും സക്കരിയ സലായും ഒക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തണം. വ്യക്തത ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ പോലുള്ള സാധാരണക്കാർ വിശ്വസിക്കുക? നിങ്ങൾ ഇന്ന കാര്യം ശിർക്കാണെന്ന് പറയുമ്പോൾ അതിന് മറിച്ചൊരു അഭിപ്രായം ഇതിനേക്കാൾ വലിയൊരു പണ്ഡിതനിൽ നിന്ന് വരുമോ വരില്ല നമുക്കറിയില്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് ലോകത്തെല്ലാവരും പറഞ്ഞാലും ശിർക്കാവാതിരിക്കില്ല. ശിർക്കായൊരു കാര്യം അത് ശിർക്കല്ല എന്ന് പറഞ്ഞാലും ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥം മാറുന്നില്ല. ഇപ്പം ശിർക്കില്ലാത്ത സംഗതി അതിനെപ്പറ്റി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും ഇനി എന്നെക്കാളും വലിയ ധാരാളം ആളുകൾ പറഞ്ഞാലും അതുകൊണ്ട് ശിർക്കല്ലാത്ത സംഗതി ശിർക്കാവൂതല്ലോ. ശിർക്കായ കാര്യം തൊട്ട് ശിർക്കല്ലാതിരിക്കുന്നത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് ചേർക്കൽ. എന്തിൽ പങ്ക് ചേർക്കുക? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതോ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതോ റബ്ബല്ലാത്ത ആർക്കെങ്കിലും കൊടുത്താൽ അതാണ് ശിർക്ക്. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടൊരു കാര്യം റബ്ബല്ലാത്തവർക്ക് വകച്ചു കൊടുത്തു. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം റബ്ബല്ലാത്തവരോട് ചോദിച്ചു. അതൊക്കെയാണല്ലോ ശിർക്ക്. അതിലുണ്ടോ ഞാൻ നോക്കിയാൽ മതി. അതിലുണ്ടോ എന്നാൽ ഞാൻ ആരും പറഞ്ഞിട്ടില്ല ശിർക്ക് തന്നെയാണ്. അതിലില്ല എന്നാൽ ലോകത്തെല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ശിർക്കാവൂല്ല. അതാണല്ലോ അസ്ല്. അല്ലാതെ ആര് പറഞ്ഞു ഇവര് പറഞ്ഞു മറ്റൊരു പറഞ്ഞു ഇവര് പറഞ്ഞു എന്തോ ആവട്ടെ. നാരിയ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ മുനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് നാരിയ സ്വലാത്ത്. ഇത് ഹിജ്റ 800-കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതാണ്. അതാ നാസിയ സ്വലാത്ത് ശരിക്കും പേര് സ്വലാത്തു നാസിയ. പിന്നെ നാസിയ എന്നുള്ള സായിൻ്റെ പുള്ളി പോയിട്ട് നാരിയ നായി എന്നൊക്കെയാണ് പിന്നെ പറയണത്. പിന്നെ അതിന് വ്യാഖ്യാനം ഒപ്പിച്ചു നാറ് എന്ന തീയിനാണ്. അപ്പം തീ പോലെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന തരത്തിൽ അതുകൊണ്ട് ഫലമുണ്ടാകും, അതുകൊണ്ടാണ് നാരിയ എന്ന് പേരിട്ടതെന്നൊക്കെ പിന്നെ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്തോ ആവട്ടെ, അവിടെ എന്താ പരാമർശിക്കുന്നത്? അല്ലാഹുവേ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ. നീ പരിപൂർണമായ രക്ഷയും ഗുണവും നീ ചെയ്യണേ റബ്ബേ അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. അതിലിപ്പോൾ ശിർക്കൊന്നുമില്ല. ഇത്രയും പറഞ്ഞ ഭാഗത്ത് ശിർക്കില്ല. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് പരിപൂർണമായ രക്ഷയും ഗുണവും നീ ചെയ്യണേ. അത് സ്വലാത്താണ്, വിരോധമില്ല. ബാക്കി എന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബിയെ കൊണ്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതൻഫർജു ബിഹിൽ ഖുറബ്, ആ നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുനാലു ബിഹിർ റഗായിബ്, ആ നബിയെ കൊണ്ടാണ് ആഗ്രഹങ്ങൾ നേടപ്പെടുന്നത്. വതുഖദാ ബിഹിൽ ഹവായിജ്, ആ നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. ഈ ഭാഗങ്ങൾ പറയാൻ പറ്റിയതാണോ? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കെട്ടിക്കുടുക്കഴിയും, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകും, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാകും, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. അത് ശരിയല്ല. ആഗ്രഹങ്ങൾ സഫലീകൃതമാവൽ റബ്ബിനെ കൊണ്ടാണ്, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടൽ റബ്ബിനെ കൊണ്ടാണ്. അതേപോലെ
സ്വപ്നങ്ങൾ പൂവണിയൽ റബ്ബിനെ കൊണ്ടാണ്, അത് റസൂലിനെ കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് റസൂലിലേക്ക് ചാർത്തിക്കൊടുക്കുന്നു. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അത് ശിർക്കാണ്. മാത്രമല്ല നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിമൊക്കെ എഴുതുകയും ചെയ്തു, നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയ സ്വലാത്ത് എന്ന് തന്നെ അതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. നബിയെ കൊണ്ടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയ സ്വലാത്ത് എന്ന് ചൊല്ലുന്നതിനെ പറഞ്ഞാൽ പിന്നെ ഞാൻ അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ അർത്ഥം അങ്ങനെയല്ല, മറ്റൊരർത്ഥം ഒരാൾ വെച്ച് ആ അർത്ഥം അയാൾ സങ്കല്പിച്ചാൽ ഒക്കെ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ചൊല്ലുന്നവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നു. ഇനി അവരെപ്പോഴാണ് നാരിയ സ്വലാത്ത് നേർച്ച ആക്കിയത്? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ. കാരണം അവർ പഠിപ്പിച്ച അങ്ങനെയാണ്, ചുരുങ്ങിയത് 11 വട്ടം ചൊല്ലണം, മിനിമം 11 പ്രാവശ്യം. എന്തിന്? ആഗ്രഹം സഫലീകൃതമാവാൻ, ആവശ്യങ്ങൾ നിറവേറാൻ, പ്രശ്നങ്ങൾ തീരാൻ ചുരുങ്ങിയത് 11 പ്രാവശ്യം ചൊല്ലണം എന്ന്. അത് ഏറ്റവും മിനിമം. രാവിലെ സുബഹിക്ക് ശേഷം 11 വട്ടം ചൊല്ലുക. അതാണ് താഴ്വ പറഞ്ഞത്, സുബഹിക്ക് ശേഷം ഓതിയാൽ ക്ഷണം തന്നെ എന്നാ, അല്ല സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. സുബഹിക്ക് ശേഷം ചൊല്ലണം, ആ നിയമം ഓർക്കണം. എത്ര മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. 11 വട്ടം ചൊല്ലിയാൽ ആകാശഭൂമികൾ അവൻ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന. അപ്പൊ അത് ശിർക്കായ വിശ്വാസം തന്നെയാണ്. 11 വിട്ടാൽ പിന്നെ 44, അത് കഴിഞ്ഞാൽ 100, 100 അല്ലെങ്കിൽ 111, അത് കഴിഞ്ഞാൽ 333, അത് കഴിഞ്ഞാൽ 444, അത് കഴിഞ്ഞാൽ 1000, അത് കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ. 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് ചൊല്ലിയാൽ ഏതു പ്രയാസമുള്ള കാര്യവും എളുപ്പമായി മാറും പൊന്നേന. അപ്പം ആ ഒരു വിശ്വാസമാണ് നാരിയ സ്വലാത്തിനെ പറ്റി അതിൻ്റെ വക്താക്കൾ തന്നെ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. എന്നാൽ ഹനഫികളായ ആളുകൾ അതിൽ വേറെ ചില വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ലബ്ബാദാരിമയൊക്കെ പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. അദ്ദേഹം ജീവിക്കുന്ന നാട്ടിൽ ഷാഫികളല്ല, അവിടെ ഹനഫികളാണ്. അപ്പം ഹനഫികൾ അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയും അവർ ഇസ്തിഗാസ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളാണ് അത്രേ. അവർ അതിനെ തവസ്സുലായിട്ടും ഹക്ക് ബർക്കത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലബ്ബാദാരിമി ഒരു വ്യാഖ്യാനം കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ സൂചിപ്പിച്ച ആ പ്രസംഗത്തിൽ എന്നോട് ചോദ്യം വന്നത് തന്നെ. ബഹ്റൈനിൽ വെച്ചെടുത്ത മുഖാമുഖത്തിലാണത്. അവിടെയാണ് ആ ചോദ്യം വന്നത്, അവിടെയാണത് പരാമർശിച്ചത്. അപ്പോൾ ഏതാണെങ്കിലും ശരി, ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഷിർക്കായൊരു കാര്യം ഷിർക്കല്ല എന്ന് എത്ര വലിയ സലഫികൾ പറഞ്ഞാലും ഷിർക്കല്ലാതെക്കൂല. ഷിർക്കല്ലാത്തൊരു കാര്യം ഷിർക്കാണെന്ന് ലോകത്ത് ആര് പറഞ്ഞാലും അവിടെ ഷിർക്കാവുകയുമില്ല. അപ്പം ഷിർക്കിൻ്റെ അടിസ്ഥാനം റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബ്ബല്ലാത്തവന് കൊടുക്കുക, റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടത് റബ്ബല്ലാത്തവന് പ്രതീക്ഷിക്കുക, റബ്ബിക്ക് മാത്രം സമർപ്പിക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുക. അതാണ് ഷിർക്കിൻ്റെ അടിസ്ഥാനം. ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ഏതിൽ വന്നാലും അതൊക്കെ ഷിർക്കാണ്. അത് വാചകത്തിൽ വന്നാലും വാചകം ഷിർക്കാണ്. ഇനി വാചകത്തിലില്ല, ചൊല്ലുന്ന ഉദ്ദേശം അതാണ്, എന്നാലോ അപ്പോൾ ഷിർക്കാവും. വാചകം ക്ലിയറാണ്, പക്ഷെ ചൊല്ലുന്ന ഉദ്ദേശമോ വേറെയാണ് എങ്കിൽ അതും ഷിർക്കാവും. അപ്പോൾ മൊയ്തീൻ ഷെയ്ഖ് എൻ്റെ കടം വീട്ടണേ പറഞ്ഞു. അപ്പം നമ്മൾ എന്താ ഇപ്പോൾ കടം വീട്ടാൻ തമ്മിൽ ചോദിക്കലില്ലേ? അതല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, പറ്റൂല. അവിടെ വാചകം അതാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശം എന്താ? ഇറാഖിലെ ബഗ്ദാദിലെ മൊയ്തീൻ ഷെയ്ഖ് ഇവിടെ കേൾക്കുന്നു, ഇത് അറിയുമെന്നും ഇവിടെ ഹാജരാകുമെന്നും എന്നെ സഹായിക്കുന്നു വിശ്വസിച്ചുകൊണ്ടായി തീർന്നത്. അപ്പോൾ വാചകം എന്തുപയോഗിച്ചാലും ശരി, വാചകം ഉപയോഗിച്ചില്ലെങ്കിലും ശരി, അതൊക്കെ ഷിർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത്ര പച്ചയായി ചൊല്ലുന്ന ആളുകൾ തന്നെ അതേക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്ത അവരതിനു വേണ്ടി ഉപയോഗിക്കുന്ന സംഗതി അതിനിപ്പോൾ ഷിർക്കല്ല ഞാൻ പറഞ്ഞുകൊണ്ടോ അല്ലാത്തവൻ പറഞ്ഞതുകൊണ്ടോ അത് ഷിർക്കല്ലാതിരിക്കുന്നില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. ഇവിടെ വിഷയാവതാരകൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, എണ്ണി നോക്കിയാൽ 300 അതിലധികമോ ഒക്കെ ബിദഅത്ത് ചെയ്യുന്നവരാണ് ഇപ്പോഴുള്ള സമസ്തക്കാർ അല്ലെങ്കിൽ സുന്നികൾ. അതുപോലെ തന്നെ പച്ചയായ ഷിർക്കുകളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഷിർക്ക് പച്ചയ്ക്ക് ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ട് നമ്മൾ മുശ്രിക്കെന്ന് വിളിക്കുന്നില്ല? അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ സാധാരണക്കാർ അറിവില്ലാതെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അതിലിപ്പോൾ ഒരു മുസ്ലിയാരാണെന്ന് വിചാരിക്കുക, ഒരു സക്കാഫിയോ ഹസനിയോ ഫൈസിയോ ആണെങ്കിൽ പോലും അവർ സലാം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം സലാം അടക്കും, അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്, അവരെ തുടർന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്നതിൽ സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ?
എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം ഒരുപാട് വിധത്തിൻ്റെ കൊട്ടക്കണക്കിന് പറയുന്നു, ഷിർക്ക് പച്ചക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലൊന്നും അവർ ഇത്രയും പ്രസംഗിച്ചിട്ടും ഒരു മഹാഭൂരിപക്ഷ ആളുകൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ചിലരൊക്കെ പിന്മാറുന്നുണ്ട്, പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ പിന്മാറാതെ വീണ്ടും 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 ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മളെന്തിന് സലാം പറയണം? എന്തിനവരെ തുടർന്ന് നിസ്കരിക്കണം? എന്തിനവരുടെ കുട്ടികളെ കല്യാണം കഴിക്കണം? ഇത്രയും ഷിർക്ക് ചെയ്യുന്ന ആളുകളെ അങ്ങ് മുശ്രിക്കാണെന്ന് സമ്മതിച്ചുകൂടെ? പറ്റൂല. ഒരാളെ മുസ്ലിം എന്ന് പറയാനുള്ള അധികാരം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിമും മുഅ്മിനും മുസ്ലിക്കും കാഫിറുമായി ഒരാളെ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക. നമുക്കത് അധികാരവുമില്ല. ഇപ്പം വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്, നമ്മളും അല്ലാത്ത നമ്മുടെ വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ ഫഖദ് കഫറ, അവൻ കുഫറാണ് ചെയ്തത്. ഒരാൾ 10 കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം, അവനെ മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ അവനെ മറമാടണം. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും. കൊന്നാലും ഓനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടും. അവനെ കൊല്ലും, എന്നിട്ട് അവനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, നിസ്കരിക്കും, കൊണ്ടുപോയി മറമാടും. അപ്പോൾ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ, മുശ്രിക് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല. ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും, കോടതി മുമ്പാകെ ഹാജരാക്കും, അയാളെ വിചാരണ ചെയ്യും. എന്നിട്ട് അയാളുടെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും. ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും, അയാൾ മുശ്രിക്കാകുന്നു. അങ്ങനെ കോടതി വിധിച്ച ഒരാളെ പറ്റി പിന്നെ നമുക്ക് പറയാം. ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെപ്പറ്റി പറയാം, അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്. അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുശ്രിക്കാണെന്ന് പറയാം. ഈ കാര്യം ശിർക്കാന്ന് പറയാം, ഇക്കാര്യം ശിർക്കാണ്, ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവൻ മുശ്രിക്കാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ, ഒരു മുസ്ലിമായ ആളെക്കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം തക്ഫീറിന് കുറേ റവാബിത്തുണ്ട്, കുറേ ഷുറൂത്തുണ്ട്, അതിന് പരിഗണിക്കേണ്ട മവാനുകളുണ്ട്, അതിൻ്റെ ഉദറുകളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിലക്ക് പറയാൻ അധികാരമുള്ളൂ. എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാൻ. എന്നാൽ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അധികാരമുണ്ട്, അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട്, അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലജ്ന ദായിമ ചിലപ്പോൾ ചില വ്യക്തികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികളെ കുറിച്ച് ലജ്നത്തു ദായിമ പറഞ്ഞിട്ടുണ്ട്, അയാൾ കാഫിറാണ്. അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിലക്കുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് അവർ പറയും. അപ്പം അങ്ങനത്തെ ഒരാളെ പറ്റി നമുക്ക് പറയാം. അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും, അപ്പം പറയാം. അതല്ലാത്തത്തോളം കാലം ഒരാൾ 10 കൊല്ലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറയാൻ അധികാരമില്ലാത്തതുപോലെ ഒരാൾ 10 കൊല്ലം ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുശ്രിക്കാണ് എന്ന് പറയാൻ അധികാരം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്കുള്ള പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്. ഇനി മാത്രമല്ല, അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കുക. അങ്ങനത്തെ തൗഹീദ് മനസ്സിൽ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ. കുറേ കാലം ശിർക്ക് ചെയ്ത്, ഖുറാഫാത്ത് ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, അതിന് പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നപ്പോൾ നമ്മളാരും ശഹാദത്ത് കലിമ ചൊല്ലിയിട്ടല്ല വന്നത്. എന്നാൽ ഈ നാട്ടിലൊരു അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ ശഹാദത്ത് കലിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നമ്മളാരും എത്ര വലിയ ശിർക്കിൽ മുഴുകിയവനും അയാൾ വരുമ്പോൾ ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അയാൾ വീണ്ടും മുസ്ലിമാക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും, ഇവിടെ നമ്മുടെ നാട്ടിൽ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്, ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്. എന്നാൽ അവരിൽ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ ശിർക്കിൽ മുഴുകിയ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു പാപത്തിൻ്റെ പേരിൽ, ഷിർക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിൻ്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാഫിറായി മുദ്ര കുത്തുന്ന പണി ഖവാരിജുകൾ തുടങ്ങിയതാണ്. അഹ്ലുസുന്നക്കാർ രീതി പരിചയമല്ല. ഖവാരിജുകൾ തുടങ്ങി വെച്ചു. വൻപാപം ചെയ്തതിനെ പറ്റിയൊക്കെ അയാൾ കാഫിർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ അലി കാഫിറാണെന്ന് പറഞ്ഞു. അതേപോലെ ആയിഷ ബീവിയെ പറ്റി പറഞ്ഞു, സ്വഹാബിമാരെ പലരെയും കുറിച്ച് പറഞ്ഞു. ഭൂരിപക്ഷ സ്വഹാബിമാരും പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്മുറക്കാരായി വന്ന ആ വഴിക്ക് തുടർന്ന് വന്ന ആരെക്കണ്ടോ ഓലക്ക പണി സ്വീകരിച്ചു. അതാ ലോകത്ത് നിന്ന് IS എന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്യുന്നത്.
അവർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ, മുസ്ലിം നേതാക്കന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അവർ കാഫിറുകളായി മുദ്ര കുത്തുന്നു. കാരണം ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ്. അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അഹ്ലുസുന്നക്ക് അങ്ങനത്തെ രീതി പരിചയമില്ല. മാത്രവുമല്ല ലവാബിത്തുഹു എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളുമൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ, നമുക്ക് അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത്. എന്നാൽ അക്കാര്യം ഷിർക്കാണെന്ന് പറയാം. ആ ഷിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാം, സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കാം, തൗഹീദ് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അയാൾക്കത് മടങ്ങി വരാൻ വേണ്ടി പറയാം. അതൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലിക്കാകുന്നു, അയാൾ ബഹുവിശ്വാസിയാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെപ്പറ്റി നിവർത്തില്ല. കാരണം അയാൾ മുസ്ലിമാണ് എന്നത് യഖീനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യഖീനായ കലിമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യഖീനായ നിലയ്ക്ക് ഇസ്ലാമിൽ വന്ന ഒരാൾ സമാനമായ യഖീന് കൊണ്ടല്ലാതെ അതിന് പുറത്തു പോകാൻ പാടില്ല. യഖീന് കൊണ്ട് കയറിയ ഒരാളെ യഖീന് കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ, ശക്ക് കൊണ്ട് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ആ രംഗത്ത് ചില ലവാബിത്തുകൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചത്. ഇവിടെ നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത്. നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പ്രയോഗിക്കുന്നത്. നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്. അല്ലാഹു അഅലം. എൻ്റെ ജന്മദിനം ആഘോഷിക്കരുത് എന്ന് റസൂലോ അല്ലെങ്കിൽ റസൂലിന് ശേഷം വന്ന സുമ്മല്ലദീനയിലൂനഹും എന്ന് പറഞ്ഞ ആ തലമുറയിൽപ്പെട്ടവർ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റാണ് എന്നോ പറഞ്ഞതിന് തെളിവുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല. ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കരുത് എന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡിസംബർ 12 നബിദിനം ആഘോഷിക്കുക, ഡിസംബർ 25 ക്രിസ്മസും ആഘോഷിക്കുക നമ്മളാരും വിചാരിക്കുന്നല്ലോ. അല്ലാഹുവിൻ്റെ റസൂല് പൊതുവായി മതം പഠിപ്പിക്കും. ആ മതത്തിൻ്റെ പൊതുതത്വമാണ് നബി എന്താണോ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമാക്കുക, നബി എന്താണോ ഒഴിവാക്കിയത് അത് ഒഴിവാക്കുക. ഈ ദീനിൽ ആര് പുതുതായി കൊണ്ടുവന്നാലും തള്ളപ്പെടേണ്ടതാണ്. നബിയുടെ കൽപ്പനയില്ലാത്ത അമൽ ആര് ചെയ്താലും തള്ളപ്പെടേണ്ടതാണ്. അതിൽ പെട്ടു ഇതെല്ലാം. ഇനി ഓരോന്നും പേരെടുത്ത് ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നബി പൊതുവായി പഠിപ്പിച്ചു, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി അംറുന, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല. അത്തരം ഒരു അമൽ ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. അപ്പോൾ അതിൽ പെട്ടു നബിദിനാഘോഷം. നബിയുടെ കൽപ്പന ഇല്ലാത്ത അമലാണ്, അതുകൊണ്ട് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്ത ഒന്ന് അല്ലെങ്കിൽ അതിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിൽ പെട്ടു നബിദിനാഘോഷം, അതുകൊണ്ടും അത് തള്ളപ്പെടേണ്ടതാണ്. സമാനമായ ഹദീസുകൾ ആയത്തുകളൊക്കെയും അത് തെളിവാണ്. അല്ലാതെ പേരെടുത്തുകൊണ്ട് എൻ്റെ ജന്മദിനം ആഘോഷിക്കരുത്, എൻ്റെ വഫാത്ത് നിങ്ങൾ ആഘോഷിക്കരുത്, അങ്ങനെ തുടങ്ങി ഓരോന്നും നബി ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇല്ല. അതിലേക്കെല്ലാം വെളിച്ചം നൽകുന്ന രൂപത്തിൽ പൊതുവായി പഠിപ്പിച്ചു. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമൽ ആര് ചെയ്താലും അത് തള്ളപ്പെടണം എന്ന് പറഞ്ഞ പ്രകാരം നബിയുടെ കൽപ്പനയില്ലാത്ത അമലാണ്, അതുകൊണ്ട് തള്ളപ്പെടേണ്ടതാണ്. ഇത് നമ്മൾ അവസാനത്തെ ചോദ്യമായി പരിഗണിക്കും. സമയം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യം, നാരിയത്ത് സ്വലാത്ത് ശിർക്കാണെന്ന് പറഞ്ഞു, അതിലെവിടെ ശിർക്കുള്ളത്? അതെൻ്റെ ചോദ്യം. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, തൻഹലു ബിഹിൽ ഉഖദ് വതൻഫജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റഖായിബ്, അവിടെയാണ് ശിർക്കുള്ളത്. അവിടെ എന്താണ് ശിർക്കുള്ളത്? തൻഹലു ബിഹിൽ ഉഖദ് വതൻഫജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് എന്ന് പറഞ്ഞുകൊടുത്ത് എന്താണ് ശിർക്കുള്ളത്? ആവശ്യങ്ങൾ തീർക്കുന്ന നബിയല്ല, അള്ളാഹുവാണ്. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയ നബിയല്ല, അള്ളാഹുവാണ്. പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന നബിയല്ല, അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നബിയിലേക്ക് ചാർത്തിക്കൊടുക്കുന്നു, അത് ശിർക്കായി മാറുന്നു. ആ നാരിയത്ത് സ്വലാത്തിൽ റസൂലാണത് പൂർത്തിയാക്കുന്നതെന്ന് പറയുന്നുണ്ടോ? നിങ്ങളൊന്ന് അർത്ഥം വെച്ചാണ്. പിന്നെന്താണത്? നിങ്ങളർത്ഥം വയ്ക്കും. നബി മുഖേന, തൻഹലു ബിഹിൽ ഉഖദ്, നബി മുഖേന. അപ്പൊ ആരെ പൂർത്തിയാക്കണത്? നബി എല്ലാം പറഞ്ഞൂടെ? അത് നമുക്ക് ആരെ പറ്റി നിങ്ങളെ പറ്റി പറഞ്ഞൂടെ? അപ്പോൾ ആരെ പറ്റി എല്ലാം പറ്റി പറഞ്ഞൂടെന്നോ? അങ്ങനെയാണ് ജനങ്ങളെ വിട്ടികളാക്കാൻ പാടില്ല. ജനങ്ങളെ വിട്ടി ആരെയും നബിയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. അതിന്റെ അർത്ഥങ്ങൾ വെക്കും. നബിയാണ് അത് ചെയ്യുന്നത്, അങ്ങനെ അർത്ഥം. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തിയാകും. നാരിയത്ത് സ്വലാത്ത് ജനലക്ഷങ്ങൾ ചെല്ലുന്ന കോടാനക്കോടി മുസ്ലിമീങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ശിർക്കാണെന്ന് നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ പറ്റൂല. പിന്നെ നിങ്ങൾ പറഞ്ഞു നബിയാണ് അത് ചെയ്യുന്നത്, നബിയാണ് ആവശ്യം കിട്ടുന്നത്. അതിന്റെ അർത്ഥങ്ങൾ
ഞാൻ വെച്ചത് നിങ്ങൾ കേൾക്കണില്ല, ഞങ്ങൾ കേൾക്കുന്ന കേൾക്കി. ജനലക്ഷങ്ങളോ ജനകോടികളോ ചൊല്ലിയിട്ടും കാര്യമില്ല. ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ചൊല്ലി വിചാരിക്കുക, എന്നാൽ ശിർക്കല്ലാതെ വെക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം മുഴുക്കെ ചൊല്ലിയാലും ശിർക്ക് തന്നെ. നിങ്ങൾ കേൾക്കി, ലോകം മുഴുക്കെ ഒഴിവാക്കിയാലും ശിർക്കല്ലാത്ത ശിർക്കാവൂല. അപ്പം നേരത്തെ വിശദീകരിച്ചു. ഇവിടെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നബിയിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതാണ് തൻഹല്ലു ബിഹിൽ ഉഖദ്. നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബി മുഖേന കെട്ടുകൾ അഴിയും, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും, ആഗ്രഹങ്ങൾ. നിങ്ങൾ കേൾക്കി സുഹൃത്തെ, അത് കേൾക്കി, അത് ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞോളി, ഇത് സമയം തരം കേട്ടോളി. ആ നബി മുഖേന അല്ലെങ്കിൽ നബി കാരണമായി നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ അഴിയും, ആഗ്രഹങ്ങൾ സഫലീകൃതമാകും, ആവശ്യങ്ങൾ പൂർത്തിയാകും എന്ന് തുടങ്ങുന്ന ഈ ആശയങ്ങൾ നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്ക അഴിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്ക കഴിയും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ എപ്പോഴാണ് ഇത് ചൊല്ലൽ? എപ്പോഴാണ് ചൊല്ലാൻ നേർച്ചാക്കൽ? ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഇത് ചൊല്ലാൻ തീരുന്ന. അത് എങ്ങനെയപ്പോൾ തീരുന്നത്? നബിയെ കൊണ്ട് തീരും, നബി കാരണമായി തീരും, നബി മുഖേന തീരും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തീരുന്നത്? നബിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാണോ? നബി അത് പറഞ്ഞാൽ പോലെ. നബിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇവരൊക്കെ അങ്ങനെ അർത്ഥം വെച്ച് ഒപ്പിക്കാൻ വേണമെങ്കിൽ ഞാൻ നബി പഠിപ്പിച്ച മാതൃക ജീവിതത്തിൽ പാലിച്ചിട്ടാണല്ലോ നരകത്തിൽ രക്ഷപ്പെടുന്നത് എന്നാണോ? നബിന് തർക്കമില്ല, നബിന് അങ്ങനെ പറഞ്ഞാൽ മതി. അതേസമയം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നബിയോട് ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാ സ്വലാത്ത് എന്ന് തന്നെ അതിൻ്റെ ആളുകൾ എഴുതി വെച്ചു. മാത്രവുമല്ല, രാവിലെയും വൈകുന്നേരം, രാവിലെ 11 വർഷം ചെല്ലിയാൽ ആകാശഭൂമി റിസ്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, ബുദ്ധിമുട്ട് ഒഴിവാകുമെന്ന് പറഞ്ഞു, എല്ലാ അസീറും സാധ്യമായി വരും എന്ന് പറഞ്ഞു. അവിടെ നബിയിലേക്ക് അതിനെ ചേർത്തുന്നു. ഇത് കേട്ടിട്ടുങ്ങ് പറയും, കേൾക്കാളോ മര്യാദ പണ്ടൊക്കെ ഒരട്ടം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെയും പറയണത്. അപ്പം മനസ്സിലായി നിങ്ങളിപ്പോൾ ചോദിക്കൂലല്ലോ. അപ്പം അതുകൊണ്ട് കേൾക്കാനുള്ള മര്യാദ വേണ്ടേ? നിങ്ങൾ ചോദിച്ചു, അത് കഴിഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കി. അപ്പം ഇവിടെ കെട്ടിക്കൊടുക്കഴിയലും ആഗ്രഹം സഫലീകൃതമാവലും ആവശ്യങ്ങൾ പൂർത്തിയാകലും ഒക്കെ നബിയിലേക്ക് ചേർത്തുന്നു, നബി മുഖേന അല്ലെങ്കിൽ നബിയെ കൊണ്ട്. അതാ തന്നെ ഹല്ലു ബിഹി എന്ന് പറഞ്ഞത്. ആ ബിഹിക്ക് എന്തർത്ഥം വെക്കാം ഒരാൾക്ക്? നബിയെ കൊണ്ട്. എന്തുകൊണ്ട്? നബിനെ സഹായം കൊണ്ട് എന്നർത്ഥം വെക്കാം, നബി ഇടപെട്ട് കൊണ്ട് എന്നർത്ഥം വെക്കാം, ഞാൻ നബിനെ ഹക്കജാബർക്ക് അർത്ഥം വെക്കാം, എങ്ങനെ അർത്ഥം വെക്കാം? പക്ഷെ ചൊല്ലുന്നവർ പറയുന്നു നബിയോടുള്ള ശരിയായ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാ സ്വലാത്താണ് എന്ന് പറയുന്നു. മാത്രമേ ചൊല്ലുന്ന ആള് വിശ്വാസം എന്താ? നബി നമ്മളെ കാണുന്നതാണല്ലോ, നബി നമ്മളെ കാണും, നബി നമ്മളെ ശബ്ദം കേൾക്കും, നബി നമ്മളെ സദസ്സ് കാണും, നബി അവിടെ ഹാജരാകും, നബി പ്രശ്നം തീർക്കും എന്ന് തന്നെയാണല്ലോ ഈ സമുദായത്തിന്റെ വിശ്വാസം. നാരിയാ സ്വലാത്ത് ചൊല്ലുന്ന സമസ്തക്കാരുടെ വിശ്വാസം എന്താ? അള്ളാഹിൻ്റെ റസൂലും ശേഷമുള്ള മറ്റു മഹാന്മാരുമൊക്കെ നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മുടെ സംസാരം കേൾക്കുന്നു, നമ്മുടെ സദസ്സ് കാണുന്നു, ഇടപെടുന്നു, ഹാജരാകുന്നു, അവിടെ നബിയുടെ പ്രശ്നങ്ങൾ തീർക്കുന്നു, പരിഹരിക്കുന്നു എന്ന് തന്നെയാണല്ലോ വിശ്വാസം. ആ വിശ്വാസമുള്ളവനായി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ നിലക്ക് റബ്ബിൽ നിന്ന് കിട്ടേണ്ടത് നബിയിലേക്ക് ചാർത്തലാണ്, അത് ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാക്കും എന്ന് പറഞ്ഞത് ശിർക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശിർക്കാണോ? അഴിഞ്ഞിട്ടുണ്ട് അല്ല, അഴിയുന്നു പറഞ്ഞത് ശിർക്കാണോ? രാവിലെ ചെല്ലിയാൽ 11 വട്ടം ചെല്ലിയ ശിർക്കാവും, അത് വിദേഹത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാവും എന്ന് പറഞ്ഞാൽ ശിർക്ക്. അതെവിടെയുള്ളത്? അത് ശിർക്കാണെന്ന് ഏത് ഖുർആനിലെ ഹദീസിലുള്ളത്? പറഞ്ഞതൊക്കെ ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാകും എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നിങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ടാവില്ല. ഖുർആൻ അല്ലാണല്ലോ, ഞാനും നിങ്ങളൊന്നുമല്ല. പക്ഷേ അള്ളാഹുവാണ് ആവശ്യം പൂർത്തീകരിക്കുന്നവൻ, അള്ളാഹുവാണ് ഉപകാരം ചെയ്യുന്നവൻ, അള്ളാഹുവാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ, അള്ളാഹു അല്ലാത്ത ഒരാളും ചെയ്യില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ കേൾക്കി പ്രതീക്ഷ ഉണ്ട് നമുക്ക്. നമ്മളൊക്കെ ഇന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹു നീ തന്നാൽ തടയാൻ ഒരാളില്ല, നീ തടഞ്ഞാൽ തരാൻ ഒരാളില്ല. അപ്പൊ തരുന്നവൻ അല്ലാഹ്, തടയുന്നവൻ അല്ലാഹ്, നൽകുന്നവൻ അല്ലാഹ്, എല്ലാം സാധിപ്പിക്കുന്നവൻ അല്ലാഹ്, ആഗ്രഹം പൂർത്തിയാക്കുന്നവൻ അല്ലാഹ്, രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹ്. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഇല്ല. അപ്പൊ ശിഫ നൽകുന്നവൻ അല്ലാഹ്. അല്ലാഹയാണ് ഷാഫി, അല്ലാഹയാണ് നാഫിഅ്, അല്ലാഹയാണ് ഉപകാരം ചെയ്യുന്നവൻ, അല്ലാഹുവാണ് പ്രയാസം നൽകുന്നവൻ. അതുകൊണ്ട് അതൊക്കെ റബ്ബല്ലാത്ത വേറെ ആളാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് റബ്ബല്ലാത്തത് പ്രതീക്ഷിക്കലായി മാറി. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തതിൽ നിന്ന് പ്രതീക്ഷിക്കലായി മാറി. അതിനെയാണ് പ്രമാണങ്ങൾ ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയത്. അത് നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ, റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്
റബ്ബല്ലാത്തവെന്ന് പ്രതീക്ഷിച്ചാൽ അതിനാ ശിർക്ക് എന്ന് പറയാം. അതുകൊണ്ടാണ് വാള് തൂക്കാൻ മരം വേണം എന്ന് പറഞ്ഞപ്പോൾ നബി എന്ത് പറഞ്ഞു? ഇലാഹ് വേണം എന്ന് പറയും പോലെയാണ് എന്ന്. വാള് തൂക്കാൻ, എന്തിന് വാള് തൂക്കാൻ? ക്ഷീണിച്ചു കുഴങ്ങിയപ്പോൾ തൂക്കാനല്ല. പിന്നെ അവർക്കെല്ലാം വാള് തൂക്കാൻ മരമുള്ളത് പോലെ നബിയെ നമുക്കും ഒരു മരം, ആ മരത്തുമ്മ വാള് തൂക്കിയിട്ട് ആ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോയാൽ ഒരു പ്രത്യേകമായ വിജയം ഉണ്ടാകും എന്ന ധാരണ പ്രകാരം ഒരു മരം വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? ഇത് ഇലാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ചതാണ്. നബിയോട് സ്വഹാബി പറഞ്ഞു, നബിയെ മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചതാണ് ഉണ്ടാവുക. നബി എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നിന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ? അതാ ശിർക്ക് എന്നത്. എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങളുടെ മറുപടി. അതുകൊണ്ട് ആ ആശയം എവിടൊക്കെ വന്നോ അതൊക്കെ ശിർക്കാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത്, റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, റബ്ബിന് അവകാശപ്പെട്ടത് റബ്ബല്ലാത്ത ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ആർക്ക് വകവെച്ചു കൊടുത്താലും അതൊക്കെ ശിർക്കാണ്, റബ്ബിൽ പങ്കുചേർക്കലാണ്. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നിയായ ഒരു മുസ്ലിമായ മനുഷ്യൻ നാരിയത്ത് സ്വലാത്തി അല്ലാതെ എങ്ങനെ ശിർക്കാവണേ? അത് വിശ്വസിക്കുന്ന ഒരാൾ നാരിയത്ത് ചൊല്ലൂല, അത് വിശ്വസിക്കാത്ത ചൊല്ലണത്. അത് എങ്ങനെ ശിർക്കാവണമെന്ന് എന്റെ ചോദ്യം. അല്ല, അത് വിശ്വസിക്കുന്ന ഒരുത്തും ഗുരുവായൂർ പോയി ശിർക്കാവോ? അത് വിശ്വസിക്കുന്ന ഒരാൾ ഗുരുവായൂർ പോവാ എങ്ങനെ? അതന്നെ ഇതിലാണ് പറഞ്ഞത്. അത് വിശ്വസിക്കുന്ന ഒരുത്തും ഗുരുവായൂർക്ക് പോകൂല, അത് വിശ്വസിക്കുന്ന ഒരുത്തും നാരിയത്തും ചൊല്ലൂല. അതാ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നുണ്ട്, ആവശ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്, ആയിട്ടുണ്ട്. അത് ശരിയാണ്, ആയിട്ടുണ്ട്, ശരിയാണ്, ആകുന്നുണ്ട് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വളച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം നാരിയത്ത് സ്വലാത്തിൽ എന്ന്. അങ്ങനെയല്ല, അത് ആദ്യം നമ്മൾ തുടക്കത്തിലും പറഞ്ഞു അള്ളാഹ്ക്ക് കൊടുക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നാരിയത്ത് സ്വലാത്തിൽ കൊടുക്കുന്നുണ്ട് എന്ന്. അതിന്റെ അർത്ഥം വെച്ച് കൊടുക്കും ജനങ്ങൾക്ക്. അതിനെവിടെ അള്ളാഹ്ക്ക് കൊടുക്കണ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം. അള്ളാഹിനെ കൊണ്ട് നമ്മൾ ചോദിക്കലുണ്ടോ? അതുകൊണ്ട് ഉണ്ടോ? അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹിനെ കൊണ്ട് അഊദു ബില്ലാഹ്. എന്താ അഊദു ബില്ലാഹി മിനശ് അതേ അല്ലാഹുവിനോട് എന്നാണ് അവിടെ. അപ്പൊ ഇവിടെ കൊണ്ട് എന്നല്ല, അപ്പൊ തനഹല്ലു ബിഹി അവിടെയും അല്ലാഹുവിനോട് എന്നാണ്. ജനങ്ങളെ പൊട്ടനാക്കുക. സുഹൃത്തുക്കൾ ഇരിക്കി അതെന്നാണല്ലോ. ഒന്നുകിൽ നിങ്ങൾ പറയില്ലേ, ഞാൻ പറയട്ടെ. എന്നാ പറഞ്ഞോളി. അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹിനെ കൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവലിന് ചോദിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവലിന് ചോദിക്കുക. എന്താണത്? നിങ്ങൾ എന്തീ പറയുന്നത്? അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിന് ചോദിക്കുക. അള്ളാഹുവിനോട് ഞാൻ കാവലിന് ചോദിക്കുന്നു എന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആവശ്യം പൂർത്തിയാക്കപ്പെടും. ആരാണ് പൂർത്തിയാക്കി തരുന്നത്? അല്ലാഹു. അതാണ്. അപ്പൊ നിങ്ങൾ ശിർക്കുണ്ടെന്ന് പറഞ്ഞ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. അതിൽ ലബ്ബാ മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, ലബ്ബാ മൗലവിയും പറഞ്ഞിട്ടുണ്ട്, സക്കരിയ സ്വലായും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറച്ചില് അത് തെറ്റാണ്, അത് നിങ്ങൾ പിൻവലിക്കണം. അത്രയും എനിക്ക് പറയാൻ നമ്മൾ തീരുമാനിക്കുക പിൻവലിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ വിഷയം എന്താ? ഞാൻ പറഞ്ഞു, നാരിയ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ അസു തന്നെ ശിർക്കാണ്. പോലെ അസുല് വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം നിങ്ങൾ നാരിയ സ്വലാത്ത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, വിളിച്ചാൽ ഹാജരാകും, പ്രശ്നം പരിഹരിക്കും എന്ന വിശ്വാസങ്ങൾക്കില്ലേ? അതന്നെ ശിർക്ക്, അത് തന്നെ ശിർക്ക്. ഇനി നാരിയ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ചൊല്ലിയിട്ടില്ല വിചാരിക്കാം, എന്നാലും ശിർക്ക് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ നിസ്കരിച്ചാലും ശിർക്കായി മാറും. കാരണം എന്താ അറിയോ? നിസ്കരിച്ചുമ്പോൾ റസൂല് കാണേണ്ട വിശ്വാസം, ഈ നിസ്കാരം റസൂല് കാണേണ്ട വിശ്വസിച്ചതാണെങ്കിൽ ആ നിസ്കാരം ശിർക്കായി മാറും. അത് ചെയ്യുന്ന സംഗതിയിൽ തന്നെ ശിർക്കുണ്ടായിക്കൊള്ളുന്നില്ല. അസുലനെ പഴച്ചവിടെ. അള്ളാഹിന്റെ റസൂല് ലോകത്തെ എവിടുന്നും വിളിച്ചാൽ കാണും, കേൾക്കും, അറിയും, ഇടപെടും, സഹായിക്കും, പ്രയാസം നീക്കിത്തരുമെന്ന വിശ്വാസമാണ് സമസ്തന്റെ അസുലനെ. ആ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞാൽ സമസ്ത പൊളിഞ്ഞു. അപ്പൊ ആ വിശ്വാസമുള്ളൂ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ചരിക്കാം, ശിർക്കായി മാറും. ചിലപ്പോൾ ഖുർആൻ ഓതി ചരിക്കാം, ശിർക്കായി മാറും. റബീഉൽ അവ്വൽ ഖുർആൻ ഓതുണ്ട് നബിദിനാഘോഷത്തിന്, അത് വരെ ചെറുപ്പ ശിർക്കായി മാറും. കാരണം എന്താ? ഈ ഖുർആനൊത്ത് റസൂല് മദീനത്തിന് കേൾക്കിടുന്ന ചില മനുഷ്യന്മാരുടെ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിൽ മുതൽ കഴിഞ്ഞ വഴി തന്നതാണ്. നമ്മൾ റബീഉൽ അവ്വലിലെ സദസ്സ് റസൂലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വഴി തന്നതാണ്. അപ്പൊ ആ അസുലാണുള്ളത്. ആ അസുല് ആ അസുല് പ്രകാരം
ഈ നാരിയാ സ്വലാത്ത് ചൊല്ലുന്ന വിശ്വാസം ഓല് പറഞ്ഞു നബിയോടുള്ള സാക്ഷാൽ ഇസ്തിഗാസ ഉൾക്കൊള്ളുന്ന നാരിയാ സ്വലാത്ത് എന്ന് അവർ തന്നെ പറഞ്ഞു വെച്ചു. പിന്നെ ഞാൻ വേറെ വേഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രയാസം ദൂരീകരിക്കാൻ നബിയെ കൊണ്ട് എന്താണ്? നബിയുടെ സഹായം കൊണ്ട്, നബിയുടെ ഇടപെടൽ കൊണ്ട് പഴയ സ്വഹാബിയാക്ക് അന്ന് ആവശ്യം പൂർത്തിയായിട്ടില്ലുണ്ട്. അതെങ്ങനെ? നബി ദുആ ചെയ്തു, അവർക്ക് ശരിയായി കിട്ടി. നബി തടവി, രോഗം സുഖമായിട്ടുണ്ട്. നബിയുടെ തുപ്പുനീരെടുത്ത് പുരട്ടി, രോഗം സുഖമായിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പൊ നബിയെ കൊണ്ട് നമ്മുടെ രോഗം സുഖമാകുമോ? ഇല്ല. ഇപ്പൊ നബിയെ കൊണ്ട് ആഗ്രഹം സഫലീകൃതമാകുമോ? ഇല്ല. ഇപ്പൊ നബിയെ കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാകുമോ? ഇല്ല. ഇപ്പൊ ആവശ്യം പൂർത്തിയാക്കുന്നവൻ അള്ളയാണ്. അത് റബ്ബിനെ കൊണ്ടാണ്, റബ്ബ് മുഖേനയാണ്, റബ്ബ് കാരണമായിട്ടാണ്, റബ്ബിന്റെ ഇടപെടൽ കൊണ്ടാണ്, റബ്ബിന്റെ സഹായം കൊണ്ടാണ് അതൊക്കെ ലഭിക്കുന്നത്. അതേ സമയത്ത് നബിയെ കൊണ്ടാണ് ബുദ്ധിമുട്ട് ഒഴിവാകുക, നബിയെ കൊണ്ടാണ് കട്ടപ്പാട് തീരുക, നബിയെ കൊണ്ട് ആഗ്രഹം സഫലീകൃതമാവുക എന്ന് പറഞ്ഞാൽ അത് റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നബിക്ക് വകച്ചു കൊടുക്കലാണ്. അത് ജനങ്ങൾ വിഡ്ഢിയാക്കല്ല, വിഡ്ഢികളാവരുത് ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്. വിഡ്ഢിയാക്കണ പരിപാടി നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ വിഡ്ഢി ആകരുത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പണി എപ്പോൾ ചെയ്യണത്. അതുകൊണ്ട് ആ തലത്തിലേക്കാണ് ഇപ്പോൾ സമൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സമസ്തക്കരായ ആളുകൾ നാല് ദിവസത്തെ ചൊല്ലട്ടെ ചൊല്ലാതെക്കട്ടെ, ഓല് ചെല്ലാലും ചെല്ലില്ലെങ്കിലും ഓല അസുല് തന്നെ ശിർക്കലും വിശ്വാസമാണ്. അതിൻ്റെ കൂടെ നാടിയാസ്വാദത്തിൽ ശിർക്കുമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് ശിർക്കില്ല എന്ന് ആര് പറഞ്ഞു? പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ലബ്ബാദാരിമീൻ സക്രിയാസ്വലായും പറഞ്ഞ് ഫുള്ള് സ്വീകരിക്കുന്നു തോന്നിപ്പോവും പറച്ചിലേട്ടാൽ. അത് സ്വീകരിക്കുകയാണെങ്കിലും റബ്ബല്ലാത്തോട് പ്രാർത്ഥിക്കുമല്ലോ, അത് നിർത്തുമല്ലോ. റബ്ബല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന നിർത്തുമല്ലോ. അപ്പോൾ ഏതായിരുന്നാലും ശരി, നമ്മൾ ആത്മാർത്ഥമായി ദീന് നിലയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് അവസാനിപ്പിച്ച് റബ്ബിലേക്ക് റസൂല പഠിപ്പിച്ച ഒരുപാട് സ്വലാത്തുണ്ടല്ലോ. അവിടെ ഈ കൊണ്ടും മുഖേന ഒന്നുമില്ല. നബി പഠിപ്പിച്ച ഒരുപാട് സ്വലാത്ത്, ആ സ്വലാത്തിലൊന്നും കൊണ്ടുമില്ല, മുഖേനയില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നേർക്ക് നേരെ റബ്ബിനോട് തേട്ടമേ ഉള്ളൂ. പോലീസിനെ നമ്മൾ നിർത്താൻ ആവശ്യപ്പെടുന്നതാണ്. ആയിക്കോട്ടെ, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ സ്വലാത്തിലെവിടെയും നബിതങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിലെവിടെയും എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പഠിച്ചോലെ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് അവിടെ. ബാരിക് അലാ മുഹമ്മദിന്, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ് നബി പഠിപ്പിച്ച സ്വലാത്തിലൊക്കെ ഉള്ളത്. അല്ലാതെ അവിടെ ഒന്നും ഈ കൊണ്ടുമില്ല, അതേപോലെ കാരണമായിട്ടും മുഖേനയും ഒന്നുമില്ല. പിന്നെ ഉണ്ടാക്കിയപ്പോഴാണ് അതൊക്കെ കയറി വന്നത്. അതുകൊണ്ട് അത് ശരിയല്ല, അത് ഒഴിവാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും നിങ്ങൾ വിഷയങ്ങൾ പഠിക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അവസരം ഉണ്ടാകും, അപ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്ന് സൂചിപ്പിക്കുക. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം 10 മണിയാണ്, അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അതുകൊണ്ട് നിയമപാലകന്മാരുടെ ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ നിയമം പാലിക്കുന്നവർ എന്ന നിലയ്ക്ക് തന്നെ നമ്മളത് പാലിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. വിശദമായ പഠനത്തിന് വിധേയമാക്കുക. ദീനാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും ദീൻ തന്നെ ആയിരിക്കണം. നമുക്ക് നാളെ പരലോകത്ത് കൂലി കിട്ടണം. അതല്ലാതെ കുറേ അമൽ ചെയ്ത അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്താണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്, സഹായം തേടുന്നത് ശിർക്കാണ്. അതും റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച്, റബ്ബിലേക്ക് മാത്രം എല്ലാം സമർപ്പിച്ച്, റബ്ബിൽ എല്ലാം തവക്കുലാക്കി, റബ്ബ് പഠിപ്പിച്ച ദീനു പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.